ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദീനരോധനം കേട്ട് ഹൊറേബ് മലയിൽ ഇറങ്ങി വന്നതുപോലെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാലിത്തൊഴുത്തിലേക്ക് ഇറങ്ങി വന്ന തമ്പുരാന്റെ അനന്തമായ സ്നേഹത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടാം. ചേർന്ന് സ്വരമുയർത്തി പാടി പ്രാർത്ഥിക്കും. യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ. യേശുനാഥന്റെ വാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ശക്തിയിൽ അഭിഷേകം, എല്ലാവരും അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേകണമേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേകണമേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേകണമേ. സ്വരമുയർത്തി കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്നു. കരങ്ങളടിച്ച് വിശ്വാസത്തോട് അഭിഷേകത്തോട് ആത്മാവിന്റെ ശക്തിയിലോ ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കരമുയർത്തി നന്നായിട്ട് സ്വരമുയർത്തി സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരികളുടെ എല്ലാ ബന്ധനങ്ങളും ഇട്ട് ഞങ്ങളുടെ മേലെ, ശരീരത്തിന്റെ മേൽ, മനസ്സിന്റെ മേൽ, ആത്മാവിന്റെ മേൽ, ജീവന്റെ മേൽ, ജീവിതത്തിന്റെ മേൽ, കുടുംബത്തിന്റെ മേൽ, ദേശത്തിന്റെ മേൽ കടന്നുകൂടിയിരിക്കുന്ന സകല അന്ധകാര ശക്തികൾ ഞങ്ങളെന്ന് അകന്നുപോകാൻ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി അവയെല്ലാം കത്തിച്ചാമ്പലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുക. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അടുത്ത പരിശുദ്ധനൊരു ജ്വാലയായി മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ദഹിപ്പിച്ചു കളയുന്ന യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്ത കർത്താവിന്റെ വചനത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ. അത് കുടുംബങ്ങളിലോ, ദേശങ്ങളിലോ, കൃഷിയിടങ്ങളിലോ, അധ്വാന മേഖലയിലോ, മക്കളിലോ, തലമുറകളിലോ ഇപ്പോൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? നന്നായിട്ട് സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിന്റെ അധികാരത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. സമാധാനത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. സുരക്ഷിതത്തിന്റെ വലിയ കോട്ടകൾ നമ്മുടെ ചുറ്റും തിരുരക്തത്താൽ നിർമ്മിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിച്ച് തിരുരക്തത്തിന്റെ വലിയ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആലയത്തെയും അതിന്റെ പരിസരങ്ങളെ മുഴുവൻ കർത്താവ് തിരിച്ചോറുകൊണ്ട് കോട്ട കെട്ടി സംരക്ഷിക്കുന്ന ആത്മ വെളിപ്പെടുത്തുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശരീരത്തിന്റെ മേലെ എല്ലാ കെട്ടുകളഴിയട്ടെ. ശരീരത്തിന് മേലുള്ള അസ്വസ്ഥതകൾ നീങ്ങിപ്പോട്ടെ. കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഹൊറേബിൽ ഇറങ്ങി വന്നതുപോലെ കർത്താവേ, ഈ സമൂഹത്തിന്റെ ദീനരോധനം കേട്ട് ഇവിടെ ശരീരത്തിൽ അവിടുന്ന് വെളിപ്പെടുന്നതിന് ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? കരങ്ങളടിച്ച് പാടാം. വലിയ അനുഗ്രഹം കർത്താവ് നൽകുന്നുണ്ടോ? വിശ്വാസത്തോടെ വലിയ സൗഖ്യം നൽകുന്നുണ്ടോ? വിശ്വാസത്തോടെ കരമടിച്ച് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും. ഏലിയായിൽ നിറഞ്ഞവനെ, ഏലീഷായിൽ കവിഞ്ഞവനെ,
ഏലിയായി നിറഞ്ഞവനെ, ഏലീഷായി കവിഞ്ഞവനെ, സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേകണമേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേകണമേ. ശക്തിയിൽ അഭിഷേകം, ഉയർത്തിയടിക്കാമോ? അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേകണമേ. ശക്തിയിൽ അഭിഷേകം, അഗ്നിയിൽ അഭിഷേകം, വിശുദ്ധിയിൽ അഭിഷേകം, ദാസരിലേകണമേ. കൂടി സ്തുതിക്കാമോ? ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന എല്ലാവരും നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മീയ ശക്തി സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവമക്കളിലേക്ക് ഇറങ്ങി വരുവാൻ, സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപേക്ഷനായിരിക്കുന്ന ദൈവം ഓരോ സ്തുതിയുടെയും സിംഹാസനത്തിലേക്ക് ഇറങ്ങി വന്ന് അവിടെ ഉപേക്ഷനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. സ്വർഗത്തോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, ആഗോള സഭയോട് ചേർന്ന്, എല്ലാ മെത്രാന്മാരോട് ചേർന്ന്, എല്ലാ വൈദികരോടും ചേർന്ന്, സഭാപിതാക്കന്മാരോട് മുഴുവൻ ചേർന്ന്, എല്ലാ സന്യസ്തരോടും ചേർന്ന്, മാർപ്പാപ്പായോട് ചേർന്ന്, പത്രോസിനോട് ചേർന്ന്, 12 അപ്പസ്തോലന്മാരോട് ചേർന്ന് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ദൈവത്തിന്റെ അത്ഭുതമായ ശക്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ദൈവമേ മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി ഈശോയേന്ന് വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു, സ്വരമുയർത്തി വിളിക്കുന്നു. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ദൈവവചനത്തിലേക്ക് നമുക്ക് പോകാം. പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23 മുതൽ തിരുവചനം. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു, അവരുടെ ദയനീയാവസ്ഥ ഗ്രഹിച്ചു. നമ്മൾ ആയിരത്തിലും ദേവാലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള നിലവിളി കർത്താവ് ഗ്രഹിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, അപ്പം നമ്മൾ ദേവാലയത്തിലായിരിക്കുക, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, നമ്മൾ വേദനയിലായിരിക്കുമ്പോൾ, സഹനത്തിലായിരിക്കുമ്പോൾ, കഷ്ടപ്പാടുകളിലായിരിക്കുമ്പോൾ, ദുരിതങ്ങളിലായിരിക്കുമ്പോൾ, ദുരന്തങ്ങളിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ നിലവിളി കേൾക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അവിടുന്ന് അനുസ്മരിക്കുകയും ഓർക്കുകയും അവിടുന്ന് നമ്മളെ കടാക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ സഹനം തരുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ആ സഹനത്തിനുള്ളിൽ ആരുണ്ട്? ദൈവ സാന്നിധ്യമുണ്ട്. ഓരോ വേദനയ്ക്കുള്ളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. 3 ബാലന്മാരെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുമ്പോൾ അവിടെ വേദന ഉണ്ടാകും, പൊള്ളലേൽക്കും, ഉറപ്പാണ്. കർത്താവിൻ്റെ ഒരു വചനമുണ്ട്, യെശയ്യായിൽ അരുളിച്ചത് വചനം, ജ്വാല നിന്നെ ഒരിക്കലും ദഹിപ്പിച്ചു കളയത്തില്ല. ജ്വാലയ്ക്ക്, തീക്ക് നിന്നെ ഒരിക്കലും ചാമ്പലാക്കുവാൻ സാധ്യമല്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, ഒരിക്കലും നമ്മളെ ദഹിപ്പിച്ചു കളയുവാൻ വരുന്ന സഹനത്തിന് നമ്മുടെ ജീവിതത്തെ ജ്വലിക്കുന്ന അഗ്നിയായിട്ടാണെങ്കിലും സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ സഹനത്തെ അതിജീവിക്കുവാൻ
ദൈവം നിന്നോട് ഒപ്പമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സഹനം വരുന്നതിന് മുമ്പ് ആരുണ്ട്? ദൈവം നമ്മുടെ ഒപ്പം ഉണ്ട്. ദൈവം അഗ്നിയിലേക്ക് ആ സഹനത്തിലേക്ക് ദൈവം ഇറങ്ങി നിൽക്കുക. 3 ബാലന്മാരെ രാജാവ് അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്നത് ഇവരെ ഇല്ലായ്മ ചെയ്യുവാനാണ്. ഇപ്പൊ ഒരു സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു ഇല്ലായ്മ ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെ നശിച്ചു പോകുന്ന, ജീവൻ പോലും അപഹരിക്കപ്പെടുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ദൈവമായ കർത്താവ് എവിടെയുണ്ട്? ആ ജ്വാലയ്ക്കുള്ളില്, ആ സഹനത്തിനുള്ളില് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ ഇസ്രായേൽ ജനം കടന്നുപോയപ്പോൾ ദൈവമായ കർത്താവ് അവരുടെ നിലവിളി കേട്ട്, ദീനരോധനം കേട്ട്, അവരുടെ സഹനം തിരിച്ചറിഞ്ഞ ദൈവം, അവരുടെ വേദന തിരിച്ചറിഞ്ഞ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ നമ്മുടെ വേദനകള്, നമ്മുടെ വിഷമതകള് ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുക. ദഹിപ്പിച്ചു കളയുന്ന, ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു രോഗം വന്ന് ആ രോഗി മരിച്ചു പോകുന്ന അവസ്ഥയിലാകുമ്പോൾ ചുറ്റുപാടും നിൽക്കുന്നവര് വളരെ വേദനയിലാണ്, ആ രോഗിയും വേദനയിലാണ്. ആ സമയത്ത് ദൈവമായ കർത്താവ് എവിടെയുണ്ട്? ആ സഹനത്തിനുള്ളിൽ, ആ വേദനയ്ക്കുള്ളിൽ, ആ രോഗത്തിന് തൊട്ട അരികില് ഈ സൗഖ്യദാതാവായ യേശു നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് പോകാം. മോശ തൻ്റെ അമ്മായിപ്പനും മെദിയായിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹൊറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. സഹനമാണ്. ആരുടെ സഹനമാ? ഇസ്രായേലിന്റെ സഹനം. അവരുടെ വേദന അതറിഞ്ഞ ദൈവം ആ വേദനയ്ക്കുള്ളിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ നമ്മുടെ വേദനയ്ക്കുള്ളിലേക്ക് ആരിറങ്ങി വരും? ഈശോ ഇറങ്ങി വരിക. ആ ഈശോ ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? ആ വേദനയ്ക്കുള്ളിലേക്ക് ദൈവത്തെ വിളിക്കുമ്പോൾ മോശ എവിടെ ചെന്നു? ഹൊറേബ് മല, ദൈവത്തിന്റെ മലയായ ഹൊറേബിൽ എത്തിച്ചേർന്നു. കർത്താവിന്റെ മലയായ ഈ മാന്നാനും കുന്നിലെയും മലയുടെ മുകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നേക്ക് എന്തിനു വേണ്ടിയാ? ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സഹനത്തെ അതിജീവിക്കുവാനുള്ള ദൈവിക ശക്തി നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ സഹനത്തിൽ നിന്ന് ദൈവമായ ആ സഹനത്തെ ദൈവം ഏറ്റെടുത്തുകൊണ്ട് ആ സഹനത്തിൽ നിന്ന് പരിപൂർണ സ്വാതന്ത്ര്യം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോനാ പ്രവാചകൻ മത്സ്യത്തിനുള്ളിൽ ചെല്ലുക, അവിടെ വലിയ സഹനത്തിലേക്ക് പോകുന്നു. ദാനിയേൽ സിംഹക്കുഴിയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. സിംഹത്തെ പട്ടിണിക്കിട്ട് അത് വളരെ ആ ഇറച്ചിക്ക് വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി ദാഹിച്ചിരിക്കുന്ന സമയത്താണ് ആരെ അങ്ങോട്ട് വിടുന്നത്? പ്രവാചകനെ അതിനുള്ളിലേക്ക് വിടുകയാണ്. പ്രവാചകൻ ഉള്ളിൽ ചെന്ന് ദൈവമായ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ആയിരുന്ന പ്രവാചകനെ തൊടുവാൻ സിംഹത്തിന് സാധിക്കാതെ വന്നത്, സിംഹത്തിന്റെ വായടച്ചത് ദൈവമായ കർത്താവാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഒരു സഹനത്തെ, നമുക്ക് ജീവിതത്തിലേക്ക് എന്തെങ്കിലും സഹനത്തിന് നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. ഒരു രോഗത്തിന് നമ്മളെ കീഴ്പ്പെടുത്തുവാൻ ഒരിക്കലും സാധ്യമല്ല. മരണത്തിന് നമ്മെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം മരണത്തെ അതിജീവിച്ചവനാണ് ക്രിസ്തു. അപ്പൊ ക്രിസ്തു കൂടെയുള്ളപ്പോ മരണത്തെ അതിജീവിക്കുവാനുള്ള, നമുക്ക് തന്നിരിക്കുന്ന ആയസ്സിനു മുമ്പ് മരണം നമ്മളെ സമീപിച്ചു എങ്കിൽ ആ മരണത്തെ അതിജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ശക്തി തരുന്നുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആയസ്സിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ തടസ്സമായിട്ട് രോഗം, തകർച്ചകള്, ആകുലതകള്, ആത്മഹത്യാ പ്രവണതകള് നമ്മളിലേക്ക് കടന്നു വന്നാൽ ആ സഹനത്തെ, ആ വന്നിരിക്കുന്ന പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ കർത്താവ് നമ്മുടെ ഒപ്പമുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അവനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവൻ ശക്തി പ്രദാനം ചെയ്തുകൊണ്ട് ആ സഹനത്തെ അതിജീവിക്കുവാൻ കൃപ നൽകിക്കൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അപ്പൊ മോശയെ വിളിക്കുക. ഈ മോശയെ വിളിച്ച് മോശയ്ക്ക് ദൈവശക്തി കൊടുക്കുകയാണ്.
മോശ എങ്ങോട്ട് ഇത് ഇറങ്ങി വന്നെങ്ങനെ, ദൈവസാന്നിധ്യം ഇറങ്ങി വന്നെങ്ങനെ? മുൾപ്പടർപ്പിലേക്കാ. ഇപ്പം മുള്ളെന്താ? വേദനയുടെ അടയാളമാണ് മുള്ള്, തിന്മയുടെ അടയാളമാണ്. മുള്ള് കൊണ്ടുകഴിഞ്ഞാൽ വേദനിക്കും. നമ്മൾ മുള്ളിനകത്തോട് ഓടിച്ചെന്ന് കയറത്തിൽ കീറിയാലോ ആ മുള്ളിനെ അതിജീവിക്കുവാൻ ശക്തി തരുന്നവനാണ് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സീനായി മലയുടെ മുകളിൽ അവിടെ മോശ ദൈവം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഈ മുൾപ്പടർപ്പുണ്ട്. ദൈവം ഇറങ്ങി വന്ന ആ മുൾപ്പടർപ്പ് ഇന്ന് അവിടെ ഉണ്ട്. അപ്പം ആ മുൾപ്പടർപ്പിന്റെ പ്രത്യേകത, ആ മുൾപ്പടർപ്പിൽ മുള്ളില്ല എന്നുള്ളതാണ്. ദൈവം ഇറങ്ങി വന്നതിന് ശേഷം ആ മുൾപ്പടർപ്പില് മുള്ളുകൾ ഇന്നോളം പിന്നീട് ഉണ്ടായിട്ടില്ല. മുള്ളായിരുന്നു ആ മുള്ളിനെ അതിജീവിച്ച ദൈവത്തിന്റെ സാന്നിധ്യം ആ മുൾപ്പടർപ്പില് പിന്നീട് ഒരിക്കലും മുള്ള് കാണുവാൻ അവിടെ ചെല്ലുമ്പോൾ അവർ കാണിച്ചു തരും, ഇത് മുൾപ്പടർപ്പായിരുന്നു, മുള്ളുള്ളായിരുന്ന ചെടിയായിരുന്നു. ആ ചെടിയിൽ ഇപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നതിന് ശേഷം ആ മുള്ള് അവിടെ ഇല്ല എന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യേശു ക്രിസ്തു കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശ് കിടക്കുമ്പോൾ ശിരസിൽ ഒരു മുൾക്കിരീടം ഉണ്ട്. വേദനിക്കുന്ന ചില അവസ്ഥകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, വേദനിക്കുന്ന ചില അവസ്ഥകളെ 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയുടെ നെറുകയിൽ അവൻ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിനെ പരിപൂർണമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേദനകളെ അവൻ ഇല്ലായ്മ ചെയ്തു, അവന്റെ ശരീരത്താൽ ഇല്ലായ്മ ചെയ്തു. കരമുയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മുള്ളില്ല. കാൽവരിയിലെ നെറുകയിൽ കിടക്കുന്ന യേശുവിൻ്റെ ശിരസിൽ തറച്ചിരിക്കുന്ന ആ മുള്ള് അവൻ്റെ ശരീരത്തിൽ തറച്ചപ്പോൾ ആ മുള്ള് ഇന്ന് നമ്മളിൽ ഏൽക്കപ്പെടുന്ന മുള്ളുകളെ, വേദനകളെ അവനെ ഇല്ലായ്മ ചെയ്യുന്ന ആ വലിയൊരു സംഭവമാണ് കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശില് മുൾക്കിരീടം ധരിച്ച യേശു സ്വന്തം ശരീരത്തിൽ നമ്മുടെ വേദനകളെ ഒപ്പിയെടുത്തുകൊണ്ട് മുള്ളുകളെയും മുൾച്ചെടികളെയും അവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവൻ കാൽവരിയുടെ നെറുകയിൽ സകലതിനെയും ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് തൻ്റെ ജനത്തിന് അവിടുന്ന് പരിപൂർണമായ മോചനം കർത്താവ് നൽകിയിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സീനായി മലയുടെ മുകളില് ആ മുൾപ്പടർപ്പില് മുള്ളുകളില്ല, ആ ചെടിയിലില്ല. ഇന്ന് കാൽവരിയുടെ നെറുകയില് ആ നമ്മളിലേക്ക് നമ്മൾ കടന്നു വരുന്ന വേദനകള് അവൻ ഏറ്റെടുത്തപ്പോൾ ഈ വേദനകളാണ്, ആ വേദനയിലേക്കാണ് ദൈവം ഇറങ്ങി വന്നതെങ്കിൽ ഇന്ന് ആ വേദനകളെ ഏറ്റെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് അവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ആ വേദനകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശ് കിടന്നുകൊണ്ട് അവൻ നമ്മുടെ വേദനകളെ അവൻ 2000 വർഷങ്ങൾക്കപ്പുറം അവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവിടുത്തോട് ഐക്യപ്പെടുന്നവന് ശിക്ഷാവിധിയിൽ. റോമ 8:1. യേശുവിനോട് ഐക്യപ്പെടുമ്പോൾ, തിരുവചനത്തോട്, ദൈവത്തിന്റെ പ്രമാണങ്ങളോട്, ദൈവവചനത്തോട് ഐക്യപ്പെടുമ്പോൾ, ശരീരത്തിൽ സഹനമെടുത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങളെ ആ മുൾക്കിരീടത്തിൽ ആയിരുന്നവൻ, ആ മുൾക്കിരീടത്തിലൂടെ ആ വേദനകളെ ഏറ്റെടുത്തവൻ നമ്മുടെ ജീവിതത്തിന്റെ വേദനകളെ ഏറ്റെടുക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിലതിനൊക്കെ വേണ്ടെന്ന് വെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ ചില ദുരവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സഹനം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളെ അവൻ ഏറ്റെടുത്തുകൊണ്ട് അവൻ തൻ്റെ മഹത്വത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയും. മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്താൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ആ വേദനയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ സൗഖ്യദാതാവായ ദൈവം, ആ വേദനയെ ഒപ്പിയെടുത്തവൻ, അവന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കപ്പെടാത്ത ഒരിടം പോലും ഇല്ല. ഗെത്സമൻ തോട്ടം മുതൽ കർത്താവ് പറയുന്നുണ്ട്, ഇതെനിക്ക് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. മോശ പറയുന്നുണ്ട്, എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഞാൻ വിക്കനായ മനുഷ്യനാണ്. അതുകൊണ്ട് അവിടെ ചെന്ന്, ഈജിപ്തിൽ ചെന്ന് ഫറവോയോടും അവരുടെ സേവകരോടും ഞാൻ സംസാരിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. വിക്കനായ ഞാൻ അവിടെ ചെന്ന് ദൈവവചനം പ്രഘോഷിച്ചാൽ അത് സാധ്യമാകുമോ? ദൈവമായ കർത്താവ് ആർക്ക് ശക്തി കൊടുത്തു? മോശയെ മലമുകളിലേക്ക് വിളിച്ച് ദൈവത്തിന്റെ ശക്തി മോശയ്ക്ക് കൊടുത്തുകൊണ്ട് ഇസ്രായേലിനെ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് ദൈവം സ്വതന്ത്രമാക്കി. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ ദൈവം എന്താ ചെയ്തേ? പിന്നീട് മനുഷ്യൻ അവിടുന്ന് ദൈവം പുറത്തു കൊണ്ടുവന്ന് മരുഭൂമിയിലൂടെ 40 വർഷം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എന്തിനു വേണ്ടിയാ? ആ പ്രാർത്ഥനയെ നിലനിൽക്കാനായിട്ടാ. 10 പ്രമാണം കൊടുത്തിട്ട് ദൈവം പറഞ്ഞു ഈ 10 പ്രമാണം അനുസരിക്കണമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? ദൈവ സാന്നിധ്യം നിലനിൽക്കുവാനായിട്ട്, ദൈവ ചൈതന്യം മനുഷ്യനിൽ നിലനിൽക്കുവാനായിട്ട് ദൈവമായ കർത്താവ് 10 പ്രമാണങ്ങൾ കൊടുത്തുകൊണ്ട് ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിക്കുവാനും ആ കാനാൻ ദേശത്ത് ദീർഘകാലം ജീവിക്കുവാനും നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് ദൈവം ഉറപ്പ് കൊടുത്തു. പക്ഷെ എത്ര പേരനുസരിച്ചു? ചെറിയൊരു സമൂഹം മാത്രമാണ് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് 6 ലക്ഷത്തോളം ജനത്തെ കൊണ്ടുപോയിട്ട് നിസ്സാരം ഒരു ജനതയാണ് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് പ്രവേശിക്കപ്പെട്ടത്. കാരണം അവർ തിന്നും കുടിച്ചും ഉല്ലസിച്ചും ഒക്കെ ദൈവപ്രമാണങ്ങളിൽ നിന്നും ദൈവകൽപ്പനകളിൽ നിന്നും അവരകന്നു, ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള നമുക്കൊരു ഒരു വലിയ പ്രശ്നം വന്നു. ആ പ്രശ്നത്തെ അതിജീവിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? പിന്നെ നമുക്ക് സമയമില്ല, സമയം ഇല്ല, വരാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, പള്ളി വരാൻ സമയമില്ല, പള്ളി പോകാൻ സമയമില്ല. കാരണം തിരക്കാവും. പിന്നെ തിരക്കാകുമോ? തിരക്ക് വരുമോ? പ്രിയപ്പെട്ട ദൈവസ്ഥാനം നിൽക്കുവാൻ പ്രവാചകനായിട്ട്, ഒരു ശുശ്രൂഷകനായിട്ട്, ദൈവസ്ഥാനം ശുശ്രൂഷിക്കുന്നവനായിട്ട് ദൈവസന്നദ്ധയിൽ വ്യാപരിക്കുവാനാണ് ദൈവസഹനങ്ങളിലൂടെ ഒരു വ്യക്തിയെ വീണ്ടെടുത്ത് രക്ഷിക്കുന്നത്. ആ കുടുംബത്തെ മുഴുവനും, തലമുറകളെ മുഴുവനും ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാനാണ്. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് കർത്താവ് സഹനം തരുന്നു എങ്കിൽ ആ സഹനം കർത്താവിനോടൊപ്പമായിരിക്കുമ്പോൾ, ആ കർത്താവിന്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ സഹനത്തിലൂടെ അനേകം വ്യക്തികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ ദൈവത്തെ കണ്ടു. ദൈവം എങ്ങോട്ടിറങ്ങി? മുള്ളിലോട്ട് ഇറങ്ങി വരുന്നു. സഹനത്തിലേക്ക്, ഇസ്രായേലിൻ്റെ വേദനകളിലേക്ക് ഇറങ്ങി വന്ന ദൈവം. അവിടെ മുള്ളതാ, അന്ന് അവരനുഭവിക്കുന്ന വേദന. ആ വേദനയിലേക്ക് ദൈവം ഇറങ്ങി വരിക. ആ വേദനകളെ ആ കർത്താവ് ഇസ്രായേലിനെ വീണ്ടെടുത്തു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇന്ന് അവിടെ ചെല്ലും ഇഞ്ചമുള്ളു പോലെയുള്ള ചെടി അവിടെ നിൽക്കുന്നത്. ഇഞ്ചയുടെ അതേ രൂപത്തിൽ, അതേ ഇലകളുള്ള അതേ ചെടി തന്നെയാണ്. ആ ചെടികളിൽ, ആ മരമുകളിൽ നിൽക്കുന്ന ചെടികളിൽ ഇന്ന് നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ മുള്ളുകളില്ല. അന്ന് വചനം പറയുന്നു അതിൽ മുള്ളുണ്ടായിരുന്നു. ആ മൾപ്പടർപ്പിലേക്കാണ് ദൈവം ഇറങ്ങിയത്. അതിൻ്റെ അടയാളം എന്താ? മനുഷ്യന്റെ സഹനങ്ങളെ ഏറ്റെടുക്കുവാനാണ്, ആ സഹനങ്ങളെ, വേദനകളെ ഇല്ലാതാക്കുവാനാണ് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ദൈവത്തെ മുഖാമുഖം ഒന്ന് കാണാനാകരുത്. ഇതിനെ എങ്ങനെ നമുക്ക് ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്? ദൈവികമായിട്ടല്ല, ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. എങ്ങനെയാണ് നമുക്കിതിനെ അതിജീവിക്കുക? ഒരു കടബാധ്യത വന്നത് നമുക്ക് എങ്ങനെ ഇതിനെ വീട്ടാൻ പറ്റും? നമ്മൾ ജോലിയെടുത്ത് വീട്ടാം, അല്ലെങ്കിൽ ഇവിടുന്നൊക്കെ മേടിച്ചു വീട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടാം. അതൊക്കെ നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളിലെ ചിന്തകളാണ്. ഈ വഴികളെല്ലാം ദൈവമായ കർത്താവ് അടയ്ക്കും, ഉറപ്പായ കാര്യമാണ്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധ്യമാകാതെ വരും. ഈ കടബാധ്യത നമ്മുടെ മേൽ ഭരണം നടത്തും. പക്ഷെ അവിടുത്തോട് ഐക്യപ്പെടുമ്പോൾ, സഹനത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ചില കാര്യങ്ങൾ നോയമ്പും ഉപവാസവും ഒക്കെ എടുത്ത് ചില ത്യാഗപ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് ശരീരത്തിൽ ആ തിന്മയിൽ നിന്ന് മോചനം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിക്കും? ആ സഹനത്തെ അതിജീവിക്കുവാൻ ദൈവം ശക്തി തരും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. കർത്താവിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 32 മുതൽ അവൻ ഗെത്സമനയിൽ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ആയിരിക്കുക. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ യേശു പീഡാസഹനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ സഹനത്തിന്റെ വേദന തിരിച്ചറിഞ്ഞ, ആ സഹനത്തിന്റെ പരിപൂർണത ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് യേശു അനുഭവിച്ചു എന്ന് സുവിശേഷം പറയുകയാണ്. ആ സഹനത്തിലേക്കാണ് ദൈവം ഇറങ്ങി വന്നത്. വചനം ശ്രദ്ധിക്കാം.
അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഈശോ പ്രാർത്ഥിക്കുക, നമ്മളും പ്രാർത്ഥിക്കും. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊന്ന് കടന്നു പോയിരുന്നെങ്കിലോ, ഇതിനെ അതിജീവിക്കുവാൻ എനിക്ക് സാധ്യമല്ല. അങ്ങനെയാണ് ചില ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. അവിടെ അതിന് സാധ്യമല്ല എന്ന് ചിന്ത, ഒരു നെഗറ്റീവ് ചിന്ത മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആ നെഗറ്റീവ് ചിന്തയിലൂടെയാണ്, ആ ചിന്തയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ജീവിതം അവസാനിപ്പിച്ചേക്കാൻ ചിന്തിക്കുന്നത്. അവിടെ യേശു ഏറ്റെടുക്കുക, അതെല്ലാം ഏറ്റെടുക്കുക. ഒരു മനുഷ്യന്റെ നിരാശയുടെ അവസ്ഥയെ യേശു 2000 വർഷങ്ങൾക്കപ്പുറം ഏറ്റെടുക്കുകയാണ്. നമുക്ക് സാധ്യമല്ല, യേശു പറഞ്ഞത് സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. മാനുഷികമായൊരു ചിന്തയാണ്. അതിനെ ദൈവികമായ ഒരു തലത്തിലേക്ക് ദൈവപുത്രൻ അതിനെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഇത് പിതാവിൻ്റെ ഹിതമാണ്. ഞാൻ ഇന്ന വഴിയിലൂടെ, സഹനത്തിലൂടെ കടന്നു പോകേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് പുത്രനെ തിരിച്ചറിയാവുന്നത് കൊണ്ടാണ് പിതാവിന്റെ സന്നിധിയിൽ പുത്രൻ പ്രാർത്ഥിക്കുന്നത്, പിതാവേ, അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ. ദൈവഹിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവമഹത്വം, അതിനെ അതിജീവിക്കുവാനുള്ള ദൈവിക ശക്തി ദൈവജനത്തിന് പ്രദാനം ചെയ്യപ്പെടുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവേൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, അബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ, എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം. ദൈവത്തിൻ്റെ ഹിതമാണ് നിറവേറേണ്ടത്. ഈ സഹനം എനിക്ക് തന്നിരിക്കുന്നോ? ഒരു രോഗം, അല്ലെ ഒരു തകർച്ച, ഒരു അസ്വസ്ഥത, ഒരു കേസ്, ഒരു വഴക്ക്, ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുന്നതിന് വേണ്ടിയിട്ടാ? നമ്മളെ വിശുദ്ധീകരിക്കുവാൻ, ദൈവത്തോട് അടുപ്പിക്കുക, ആ സഹനത്തെ അതിജീവിക്കുവാൻ കൃപ തരുവാനാണ് യേശു സഹനത്തിലൂടെ തൻ്റെ സാന്നിധ്യം അവിടെ നമ്മൾ വെളിപ്പെടുത്തുകയാണ്. പുത്രന് ആ സഹനത്തിലേക്ക് കർത്താവ് പിതാവ് വിടുക. തൻ്റെ ഏകജാതനെ തന്നെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. തൻ്റെ ജനത്തിന് പാപമോചനം ലഭിക്കപ്പെടണമെങ്കിൽ ചിലത് ഉപേക്ഷിക്കപ്പെടാതെ, ദൈവത്തിന് മുമ്പിൽ ചിലതൊക്കെ ഉപേക്ഷിക്കപ്പെടാതെ ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറത്തില്ല. ചിലത് ഉപേക്ഷിക്കണം. ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ ആത്മാവ് ഒരു പ്രചോദനം തന്നു, നിന്റെ മൂക്കിൽ കിടക്കുന്ന ഈ മൂക്കുത്തി ഊറ്റി മാറ്റാൻ പറഞ്ഞു. അവൾ അന്നേരം ചെയ്തു. അവള് നിരാശയിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആരോ പറഞ്ഞു ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്നൊക്കെ പറഞ്ഞു വിട്ടതാ. അപ്പൊ ഇവളോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, നീ നിന്റെ ശരീരത്തെക്കാൾ ദൈവത്തെക്കാൾ ഉപരിയായി നീ സ്നേഹിക്കുന്ന, നിന്റെ സൗന്ദര്യത്തിന് കാരണമാകുന്ന ഈ ഒരു വസ്തു നിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ നീ തയ്യാറാണോ? കർത്താവ് ചോദിക്കുന്ന ഒറ്റ ചോദ്യം. എല്ലാവരോടും ചോദിക്കത്തൊന്നുമില്ല, ചില വ്യക്തികളോട് കർത്താവ് ചോദിച്ചു. ആ പെൺകുട്ടി അന്നേരം ഊരി മാറ്റി. അതിനുശേഷം ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവള് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു, അമ്മ ചോദിച്ചു, അമ്മ ഇതുപോലെയൊക്കെ തന്നെ അണിഞ്ഞൊരുങ്ങിയ ഒരു പാർട്ടിയാ. അമ്മ ചോദിച്ചു, മോളെ ഇത് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു. അമ്മച്ചത് അവിടെ ബ്രദർ പ്രാർത്ഥിച്ച് പറഞ്ഞു, ഇത് ഊരി മാറ്റിയ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു. ഒരു സഹനമോ? നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ചില വസ്തുക്കള്, നാം ഇഷ്ടപ്പെടുന്ന ചില വസ്തുക്കള് ഉപേക്ഷിക്കപ്പെടുമ്പോ ദൈവ മഹത്വം അവരുടെ മേൽ ആവസിക്കപ്പെടും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയ സഹനമാണ്. ഒരു ചേച്ചി പറഞ്ഞ പോലെ എൻ്റെ ജീവിത പങ്കാളി പ്രാർത്ഥിക്കത്തൊന്നുമില്ല, പള്ളിയിലൊക്കെ പോകാൻ മടിയാണ്, വചനം കേൾക്കാൻ താല്പര്യമൊന്നുമില്ല. അപ്പം ചേച്ചി ഞാൻ അവിടെ എന്തെങ്കിലും ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ഉപേക്ഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പലതൊക്കെ ഉപേക്ഷിച്ച് ഒന്നും സംഭവിച്ചില്ല. പിന്നീട് ഉപേക്ഷിച്ചത് ചേച്ചി ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പഞ്ചസാര. മധുരം ഇഷ്ടമാണ്. കാപ്പിക്കകത്ത് രാവിലെ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് ഇട്ട് അത് കുടിക്കുന്നത്. ഷുഗറൊന്നുമില്ല, എല്ലാം നന്നായിട്ട് മധുരം ഇട്ട് ഉപയോഗിച്ചു കൂടി. പക്ഷെ യേശു പറഞ്ഞു, നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ ദൈവമഹത്വം നിന്റെ ജീവിത പങ്കാളിയിൽ വെളിപ്പെടും. അദ്ദേഹം വന്ന് 3 ധ്യാനങ്ങളിലൂടെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ദൈവം അനുവദിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെൺകുട്ടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞു, മോളെ ഇതൊക്കെ ചുമ്മാ കളിപ്പീര് തട്ടിപ്പാ, ഇതൊന്നും കേട്ട് അനുസരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ദൈവവചനത്തെ പറഞ്ഞിട്ടൊന്നുമില്ല, ഇത് ദൈവപ്രമാണത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഇതൊക്കെ പറഞ്ഞ് ഇവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇവളെ ഇതൊക്കെ വീണ്ടും ധരിപ്പിച്ച് വീണ്ടും അവളൊന്ന് പോയി. പിന്നെ ഈശോ ഒന്നും പറഞ്ഞിട്ടില്ല.
ആത്മാവ് ഒന്നും പറഞ്ഞില്ല. വീണ്ടും ഇവിടെ എൻ്റെ അടുത്ത് വരും, ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ വന്നപ്പോൾ ഈശോ പറഞ്ഞു, ഇവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു ഒറ്റ കാര്യമാണ്, നീ വചനം കേൾക്കാൻ തയ്യാറാകണം. അവിടെ തയ്യാറായി. വചനം കേൾക്കാൻ തയ്യാറായപ്പോൾ അവൾ തീരുമാനം എടുത്തു, ഇതെവിടെയെങ്കിലും ധരിക്കണ്ട എന്ന്, അത് ധരിക്കുന്ന അപകടമാണെന്ന് എവിടെയെങ്കിലും കൽപ്പിച്ചിട്ടുണ്ട്, കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വചനം എന്ന് കേൾക്കാൻ സാധ്യമായെങ്കിൽ ആ സമയത്ത് ഞാനിത് ഉപേക്ഷിക്കാൻ തീരുമാനം എടുക്കും. ഇപ്പം ദൈവം കൽപ്പിച്ച ചില വയസ്സുകാരുടെ കർത്താവ് പറയുന്നുണ്ട്. ആ വചനത്തിലൂടെ കടന്നുപോയപ്പോൾ ഇവക്ക് മനസ്സിലായി ഇത് തൻ്റെ ശരീരത്തിന് ഇണങ്ങുന്നതല്ല. അപ്പോൾ അവളത് ഊരി മാറ്റിവെച്ചു. പ്രിയപ്പെട്ടവരെ, പിറ്റേ 2 ആഴ്ചക്കുള്ളിൽ അവൾക്ക് UK പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും, സ്റ്റഡി വിസയ്ക്ക് തടസ്സമായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റി ദൈവമായ കർത്താവ് അവളെ UK കൊണ്ടുപോയി. അവിടെ അവൾ പഠിക്കാനുള്ള സാഹചര്യങ്ങളും ജോലിയും കർത്താവ് തരപ്പെടുത്തി കൊടുത്തു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ വരുമ്പോൾ ചില വ്യക്തികളോട്, എല്ലാവരോടൊന്നും പറയത്തൊന്നും. ചില വ്യക്തികളോട് ഈശോയ്ക്ക് ഇഷ്ടമോ, ചില വ്യക്തികൾ ഇങ്ങനെ നടക്കണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമാണ്. എനിക്ക് വചനം പ്രഘോഷിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇവിടെ നിൽക്കാൻ ആർക്ക് താല്പര്യമോ? ദൈവത്തിന് താല്പര്യമോ? അതുകൊണ്ട് നല്ല അഗ്നി ചൂളയിലൂടെ, അഗ്നി സഹനങ്ങളിലൂടെ ഈശോ എന്നെ കടത്തിവിട്ടപ്പോഴാണ് ഞാനൊരു ഉറപ്പ് കൊടുത്തു, ദൈവസന്നിധിയിൽ നിന്ന് പ്രസംഗിച്ചു കൊള്ളാമെന്ന് തീരുമാനമെടുത്തപ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ ശക്തിയും മഹത്വം അനുഭവിക്കാൻ സാധ്യമായത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം അവിടെ എൻ്റെ മോൻ്റെ കടയിൽ ചെന്നപ്പോഴത്തേക്ക് അവനോട് ചോദിച്ചു, മോനെ ആ പപ്പ ഇപ്പം എന്നെ അടുക്കും, പപ്പ എനിക്കറിയാമെന്ന് പറഞ്ഞു. പപ്പ ഇനി വചനമൊക്കെ പറയും അല്ലേ, പാസ്റ്റർ അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ആ വചനം പറയും. അപ്പോൾ പപ്പായി ഞാനും കൂടെ ഒരു സ്ഥലത്ത് തന്നെ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പപ്പായ എനിക്കറിയാം. പപ്പായ്ക്ക് ഇതെങ്ങനെയാ കിട്ടിയെന്ന് ചോദിച്ചു. പപ്പ പോയി പഠിച്ചതാണോ? അപ്പം അവൻ പറഞ്ഞു പഠിച്ചിട്ടൊന്നുമില്ല അപ്പാ പ്രാർത്ഥിച്ചപ്പോൾ അപ്പായിക്ക് ദൈവം കൊടുത്തതാന്ന് പറഞ്ഞു. അപ്പൊ ആ സഹോദരൻ പറഞ്ഞു, ഞാനും സഭയുടെ ഒരു ജോലി ശുശ്രൂഷകനായിരുന്നു. അപ്പൊ ജോലി ചെയ്യുന്ന സഭയുടെ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോയി ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് പഠിക്കാനൊക്കെ പോയി, എനിക്കിതൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. ഇവിടെ ദൈവത്തിൽ നിന്നാണ് ശക്തി പ്രദാനം ചെയ്യപ്പെടുന്നത്. അത് സഹനത്തിലൂടെയാണ്. ഇപ്പോൾ ഡൊമിനിക് വാളമലാലസ് പറയും, നീ പോയ സഹനത്തിലൂടെ പോയാൽ മാത്രമേ നീ ശുശ്രൂഷ ചെയ്യുന്ന ഈ ശുശ്രൂഷയുടെ അഭിഷേകം മറ്റുള്ളവർക്ക് ലഭിക്കപ്പെടത്തുള്ളൂ. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? അബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണം, എന്നാൽ നിന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ. അങ്ങനെ അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ, നീ ഉറങ്ങുകയാണോ? മണിക്കൂറുകൾ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിയുന്നു, 1 മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്ന് പ്രാർത്ഥിക്കുവിൻ. യേശു പറഞ്ഞു, നമ്മൾ ജാഗരൂകരായിരിക്കുവാൻ, ഉണർന്നിരുന്ന് മുഴുവൻ സമയങ്ങളിലും പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുക. ഉണർന്നിരുന്ന് ഉണർവുണ്ടാകണം. നമ്മൾ ഈ 8 നോയമ്പ് കഴിഞ്ഞു, നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തേക്ക് ഇരുന്നവരുണ്ടോ എന്ന് ഓർത്ത് നോക്കി. അവർ പ്രാർത്ഥന കഴിഞ്ഞു പോയി. കാരണം പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് ദൈവജനത്തിന് വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഏകദേശം 33 ദിവസങ്ങൾ നമ്മൾ വിമല ഹൃദയ പ്രതീക്ഷ നടത്തി. 21 ദിവസം ദാനിയേൽ ഉപവാസം എടുത്ത് നമ്മൾ എങ്ങോട്ട് പോവുക? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്കുള്ള യാത്രക്കിടയിൽ കുറെ ആളുകളെ കാണാതെ പോയി. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോയി കുറച്ച് പേര്. ഇത് അന്ന് സംഭവിച്ചു, ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. കുറെ പേര് പോകും, കല്യാണം കഴിക്കാനും കഴിപ്പിക്കാനും ഒക്കെ പോകും. ദൈവത്തെ അറിയുന്ന ഒരു ജനത ദൈവത്തോടു കൂടെ ആയിരിക്കും. കുറേ പേര് വന്നു പോയിക്കൊണ്ടിരിക്കും. എല്ലാ വർഷങ്ങളും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു ആഴ്ച വന്നില്ലെങ്കിൽ, നമ്മുടെ സ്വന്തം ആൾക്കാർക്ക് പോലും ഒരാഴ്ച വന്നില്ലെങ്കിൽ 3 ആഴ്ച അവർക്ക് വരാൻ സാധിക്കുന്നില്ല. ചിലർ അതോടുകൂടി തീർന്നു, പിന്നെ ഇല്ല. പിന്നെ അവർ ആഗ്രഹിച്ച പോലും ചില തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ തടസ്സം കാരണം അവർക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല. ഇതാ പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ആയിരിക്കുവാനുള്ള
കൃപ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ പറയുക. ഈശോ എടുക്കാൻ പോകുന്ന ശരീരത്തിൽ എടുക്കാൻ പോവാ. എന്തെടുക്കാൻ പോവാ? മനുഷ്യന്റെ പാപങ്ങളെ അവൻ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ജനത്തെ അവൻ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് ദൈവമായ കർത്താവ് സ്വതന്ത്രമാക്കുവാൻ വേണ്ടി ഗെത്സമനിയില് പിതാവിനോട് ശക്തി ചോദിച്ച് പ്രാർത്ഥിക്കുന്ന പുത്രൻ തമ്പുരാൻ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? നമ്മുടെ ജീവിതയാത്ര അവസാനിക്കുകയല്ല. ഒരു 8 നോയമ്പ് കൊണ്ട് തീരുവാണോ? അല്ല. ഇതിങ്ങ് പോവാ. നാളെ അതിനേക്കാൾ വലിയ പ്രതിസന്ധി വരുക, മറ്റന്നാള് അതിനേക്കാൾ വലുത്, അടുത്ത വർഷങ്ങളിൽ അതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുക. ഈ പ്രതിസന്ധികളിലെല്ലാം ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഈ പ്രതിസന്ധിയിൽ അതിജീവിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് ജാഗരൂകരായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകണമെന്ന് കർത്താവ് യേശുനാഥൻ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. നിർത്തിപ്പോവല്ല. അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് ഓരോ മാസങ്ങളിലും ഓരോ ആഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ വരാനിരിക്കുന്ന അനർത്ഥങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി സ്വീകരിക്കുക. ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, വെള്ളി ഞായറും വന്നാണ് ഞങ്ങൾ ഒരാഴ്ചത്തേനുള്ള ശക്തി സംഭരിക്കുന്നത്. ഈ യാക്കോബ സഹോദരൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഈ ദേവാലയത്തിൽ വന്ന് ഈ ആത്മീയ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും മുടങ്ങാതെ വന്ന് പങ്കെടുക്കുമ്പോൾ ആ ആഴ്ചയിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ശക്തി തരുന്നുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 കന്യകമാരുടെ ഉമ്മയിൽ കർത്താവ് പറയുന്നുണ്ട്, വിവേകമതികളായിട്ടുള്ളവർ ശേഖരിച്ചു വെക്കും. വിവേകശൂന്യരായിട്ടുള്ളവരോ അവരെണ്ണയൊന്നും ശേഖരിക്കാൻ പോകത്തില്ല. കാരണം കൃപ, അഭിഷേകം സ്വീകരിച്ചാൽ വരാനിരിക്കുന്ന ആ മഹത്വത്തിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ ആ സഹനം ഉണ്ടാവും. ഉറപ്പാണ്. ഒരു അനുഗ്രഹം ഉണ്ടാകുന്നതിന് മുമ്പ് സഹനം വരുന്നത്. ഒരു മാനസാന്തരത്തിന് മുമ്പാണ് ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഞങ്ങൾ ഇത്രയും 10-20 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരാൾക്ക് അറിയാം, ഓരോരുത്തരും സഹനം വരുമ്പോഴാണ് വീട് വിശുദ്ധീകരിക്കപ്പെടുന്നത്. ചില കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്, ചില വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ അവർക്ക് സാധ്യമാവുകയാണ്. ചിലൊരു 13 ആഴ്ച വന്നാൽ കുഞ്ഞുങ്ങളുണ്ടാവും. ഇപ്പോൾ 13 ആഴ്ച വരുന്നത് ആ വാതിക്ക വന്നിട്ട് ആ സൈഡിൽ കുത്തിയിരിക്കും, എന്നുവെച്ച് ഒപ്പിച്ചിട്ട് പോവും, ഒരു കുഞ്ഞും ഉണ്ടാകത്തില്ല. കാരണം തീഷ്ണമായ ആഗ്രഹം, ഉണർന്നിരുന്നുള്ള പ്രാർത്ഥന അനിവാര്യമാണെന്ന് ഈശോ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ അല്ലാതെ ആരും പരിശുദ്ധ അമ്മയോടൊപ്പം കാൽവരിയുടെ നെറുകയിൽ എത്തിച്ചേർന്നില്ല. അവരെല്ലാം ഉറങ്ങുകയായിരുന്നു. യോഹന്നാൻ ശ്ലീഹയുടെ പ്രത്യേകത എന്താ? വക്ഷത്തിൽ ചാരിക്കിടന്നുകൊണ്ട് അവൻ്റെ സ്നേഹം, പിതാവിനോടുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ. അതുകൊണ്ട് കാൽവരിയുടെ നെറുകയിൽ എത്തിച്ചേരുവാൻ ആർക്ക് സാധിച്ചു? യോഹന്നാന് സാധിക്കുക. കർത്താവ് വിളിച്ചിരിക്കുന്ന കാൽവരിയുടെ നെറുകയിലേക്ക്, കർത്താവിൻ്റെ ബലിയുടെ അഭിഷേകത്തിലേക്ക്. ആ അഭിഷേകത്തിൽ നമ്മളെ വിളിച്ച് നമ്മൾ ഇങ്ങനെ ഉണരാ പ്രാർത്ഥിക്കാതെ ചിലരൊക്കെ കൈ അടിക്കുന്ന കണ്ടാൽ നമുക്ക് തന്നെ സങ്കടം തോന്നും. ഒരു ശക്തിയില്ല, പഴയ കഞ്ഞിയെ കുടിച്ച് ഒരു വർഷമായിട്ട് കഞ്ഞി കുടിക്കുന്നില്ലെന്ന് തോന്നും. നല്ല ആത്മാർത്ഥതയോടുള്ള പ്രാർത്ഥനയാണ് സ്വർഗം ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങിയിട്ട് കാര്യമില്ല, ഉറങ്ങുന്നവരെ ഉണരുവിനെന്ന് കർത്താവ് പറയുകയാണ്. നിങ്ങൾ നന്നായിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർവില്ലാത്ത ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല. ഉണർവോടെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഉണർന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമെന്ന് ഗെത്സമനിയിൽ യേശു ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമിയോനെ, നീ ഉറങ്ങുന്നുവോ? 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ആത്മാവ് സന്നദ്ധമാണ്, ശരീരം ബലഹീനമാണ്. ആത്മാവ് സന്നദ്ധമാണ്. ആത്മാവിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ശരീരത്തിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. ഈശോ ശരീരത്തിന് വേണ്ടിയാണ് ചെയ്തത്.
അവൻ മനുഷ്യന്റെ ശരീരത്തിന്റെ ആസക്തികളെ ഇല്ലായ്മ ചെയ്യുവാൻ അവന്റെ ശരീരത്തില് പാടുപീടുകള് ഏറ്റെടുത്തുകൊണ്ട് ആ മുറിവേറ്റ ശരീരത്താൽ നമ്മളെ അവിടെ ശരീരത്തിന്റെ പ്രവണതയിൽ നിന്ന് അവൻ സ്വതന്ത്രമാക്കി. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശരീരത്തെ കർത്താവ് വിടുതൽ കൊടുത്തത്, ശരീരത്തിന് വിടുതൽ കൊടുത്താൽ ആത്മാവ് സന്നദ്ധോ, റെഡിയാ. ആത്മാവിന് വേണ്ടത് എന്താ? പ്രാർത്ഥനയാണ്. ആത്മാവിന് വേണ്ടത് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്നിരിക്കുവാനുള്ള ആഗ്രഹമാണ് നമ്മുടെ ആത്മാവിനുള്ളത്. അപ്പൊ ആത്മാവിനെ നമ്മൾ ഒത്തിരി, ശരീരത്തെ ഒന്ന് ക്രമീകരിച്ചാൽ തീർച്ചയായും ആത്മാവ് പ്രാർത്ഥനയ്ക്ക് സന്നദ്ധമാണ്. പക്ഷേ ബലഹീനമായ ഈ ശരീരം പ്രാർത്ഥനയിലേക്ക്, ദൈവസാന്നിധ്യത്തിലേക്ക് ഈ ബലഹീന ശരീരം അടുപ്പിക്കത്തില്ല എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. പ്രലോഭനം വരുമ്പോ ഈ ബലഹീന ശരീരത്തിൽ നീ ആയിരിക്കുമ്പോ, ആ പ്രലോഭനത്തിൽ അകപ്പെട്ടു പോകുമ്പോ ദൈവ ചൈതന്യം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. ആ ദൈവ ചൈതന്യത്തെ പുനഃസ്ഥാപിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അപ്പൊ പ്രലോഭനം ഉണ്ടാകുമ്പോ പള്ളി പോകണ്ട, പ്രാർത്ഥിക്കണ്ട. നന്നായിട്ട് കള്ളു കുടിച്ച്, നന്നായിട്ട് തെറിയൊക്കെ വിളിച്ച് ജീവിക്കാം. ഇതെല്ലാം പൈശാചികമാണ്. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകെട്ടരുന്ന് കർത്താവിന്റെ വചന സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം പറയും. പാപികളുടെ വഴിയെ പോയേക്കരുത്, പരിഹാസകളുടെ പീഠങ്ങൾ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാനാണെന്ന് കർത്താവ് പറയുകയും. പാപിയുടെ പുറകെ പോകരുത്. തിന്മ പ്രവർത്തിക്കുന്ന, അശുദ്ധ ഭാഷണം നടത്തുന്ന വ്യക്തികളുടെ പുറകെ പോകരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ചിലത് കേൾക്കാൻ പോവും, തെറി വിളിക്കുന്ന ഇഷ്ടമാണ്, കേൾക്കാനായിട്ട് പോവും. കാരണം കർത്താവിന്റെ കൽപ്പനയുടെ ലംഘനമാണ്. നീ അവന്റെ പുറകെ പോകുമ്പോ, അവളുടെ പുറകെ പോകുമ്പോ, അവൾ അസഭ്യ ഭാഷ നിന്നോട് പറയുമ്പോ അതിലൂടെ അശുദ്ധി നിന്റെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോ ദൈവത്തിന്റെ കൃപ നിനക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയെന്ന് സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അശുദ്ധി കേൾക്കുമ്പോ അങ്ങനെയുള്ളിടത്ത് പോകരുത്, അങ്ങനെയുള്ളവരുടെ ഇടയിൽ സഹവസിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പോകാതിരിക്കുന്നവൻ ഭാഗ്യവാൻ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവന്റെ പ്രവർത്തികൾ സഫലമാകും. കർത്താവ് വരുന്ന സഹനത്തിലേക്കാണ്. മുൾപ്പടർപ്പിൽ ഇറങ്ങി ഒന്ന് മുള്ളില്ലായ്മ ചെയ്തെങ്കില് കാൽവരിയുടെ നെറുകയില് മുള്ളിൽ ഉടക്കിക്കിടക്കുന്ന ഒരു ദൈവത്തെ കാണുന്നുണ്ട്. എവിടെയാ? അബ്രാഹാം പിതാവ് മോറിയ മലയുടെ മുകളില് തന്റെ അരുമസുതനെ കർത്താവിന് ബലിയായിട്ട് കൊടുക്കാൻ ആരംഭിക്കുമ്പോ ആ കത്തിയെടുത്ത് അവന്റെ മേൽ അവനെ വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിന് ബലിയായിട്ട് സമർപ്പിച്ച സമയത്ത് കർത്താവ് പറയുന്നുണ്ട്, അരുതെന്ന് പറയുമ്പോ ഒരു മുള്ളിലുടക്കി കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കാണുന്നുണ്ട്. ആ മുള്ളിലുടക്കി കിടക്കുന്ന കുഞ്ഞാടാരാ? സഹനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ക്രിസ്തുവാണ്, ദൈവമാണ്. കരമുയർത്തി വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? സഹനത്തെ ദൈവം ഇല്ലാതാക്കുന്നു. അവിടെ അബ്രാഹാം പിതാവിന്റെ സഹനം എന്താ? മകനെ കൊല്ലാൻ 100 വയസ്സായപ്പോ ദൈവം തന്നെ അരുമസുതനെ 10-14 വയസ്സുവരെ വളർത്തി അവന്റെ വലിപ്പ ചെറുപ്പമൊക്കെ കണ്ട് അവന്റെ കളിച്ചിരികളൊക്കെ കണ്ട് ആ സന്തോഷത്തോടെ ഇരുന്നപ്പോ കർത്താവ് പറഞ്ഞു, മോനെ അബ്രാഹാം, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ നീ മോറിയ മലയുടെ മുകളില് ബലിയായി സമർപ്പിക്കണം. മൂക്കുത്തി അഴിച്ചു മാറ്റാൻ കർത്താവ് പറഞ്ഞെങ്കിൽ എന്തിനുണ്ടി പറഞ്ഞേ? നീ സ്നേഹിക്കുന്ന ചില വസ്തുക്കളെ നീ ഉപേക്ഷിക്കുമ്പോ നിന്റെ സഹനത്തിന്റെ മുള്ളുകള് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കരമുയർത്തി വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? മുട്ടുമേൽ നിന്ന് നീ സഹനമെടുത്ത് പ്രാർത്ഥിക്കും. മുട്ടുമടക്കാൻ മേലാത്ത നീ ദൈവമായ കർത്താവിനോട്, ഇവിടെ ചില ചേച്ചിമാർ തരുന്ന സാക്ഷിയുണ്ട്, മുട്ടുമടക്കാൻ മേല, വർഷങ്ങളായി മുട്ടുമടക്കിയിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ നിന്റെ സന്നിധിയിൽ എനിക്ക് മുട്ടുമടക്കാൻ അനുവദിക്കാവോ എന്ന് ചോദിച്ചപ്പോ കർത്താവ് ആരാധനയുടെ സമയത്ത്, ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് കർത്താവ് ദൈവിക ശക്തി അവളുടെ മേല് വെളിപ്പെടുത്തിയപ്പോ മുട്ടുമടങ്ങി. മടങ്ങാഞ്ഞിട്ടല്ലത്, ചോദിച്ചിട്ടില്ല ഇതുവരെ. ചില സഹനം അതിന്റെ പൂർണ്ണതയിൽ അത് സൗഖ്യമോ, അത് അതിജീവിക്കുന്നതിന് മുമ്പ്
എന്തു ചെയ്യും? കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, അവിടെ അനിയത്തി, അവൾ ഭയങ്കര വിശ്വാസിയാണ്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, ബ്രദറെ ഞാൻ ചേച്ചീനെ ആയിട്ടൊന്ന് വരട്ടെ. ഞാൻ ചോദിച്ചു എന്തിനാ? അവൾ പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. അവൾ OET 2 പ്രാവശ്യം എഴുതിയിട്ട് തോറ്റുപോയി. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചു. പിന്നെ അവർ 2 സ്ഥലത്ത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് 2 ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥനയും കൊന്തയും എല്ലാം എടുത്ത് മാറ്റി, വിശ്വാസമൊക്കെ എടുത്ത് മാറ്റി വെച്ച് അപ്പുറത്തും വെച്ചിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു. അവന് കൊണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല ബ്രദറെ, ബ്രദർ പ്രാർത്ഥിച്ചാൽ ശരിയാവും. പ്രിയപ്പെട്ടവരെ, അവളെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ അവളിങ്ങനെ ഇരിപ്പുണ്ട്. മറ്റുള്ളവരെ ഭയങ്കര ഹാപ്പിയാണ്. ഈശോയെ അറിഞ്ഞവളാണ്. അവളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലോ, അവളുടെ ജീവിതത്തിൽ ഒത്തിരി, അവളെ നഴ്സിംഗ് പഠിക്കുന്ന സമയങ്ങളിലോ വലിയ പ്രതിസന്ധിയുടെ പേര് കൊച്ചാണ്. ആ പ്രതിസന്ധികളിലെല്ലാം അവൾക്ക് ദൈവവചനം കൊടുത്തപ്പോൾ, ദൈവത്തെ കൊടുത്തപ്പോൾ, ആ ദൈവത്തെ മുറുകെ പിടിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ നിന്ന് സഹനം എടുത്തു മാറ്റിയ തമ്പുരാന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞവളാണ് ഇളയവള്. മൂത്തവൾക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അവൾ ഞാനോട് പറഞ്ഞു, ബ്രദറിൻ്റെ വീട്ടിലോട്ട് ആ നല്ല പറഞ്ഞല്ലേ കൊണ്ടിരുന്നേ, വേറെ അങ്ങോട്ട് ടൂറ് പോകാമെന്ന് പറഞ്ഞോണ്ട്. അപ്പോൾ അവൾ നല്ല ബനിയനൊക്കെ ഇട്ട്, ടീഷർട്ടൊക്കെ ഇട്ട്, ജീൻസൊക്കെ ഇട്ട്, വളരെ മനോഹരമായിട്ട് ലിപ്സ്റ്റിക് റൂഷൊക്കെ തേച്ച് അടിപൊളിയായിട്ട്. ബ്രദറിൻ്റെ അടുത്ത് വരാൻ അങ്ങനെ വരത്തില്ല, സാധ്യതയില്ല. പക്ഷെ അടിച്ച് പൊളിച്ച് വന്നു. പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ എന്നാ പ്രശ്നം എന്നാ? അതെല്ലാം പോയി, വിശ്വാസം എല്ലാം പോയി. കുറച്ചു നേരം ഞാനിത് ഉപദേശിച്ച് ഒരു നിമിഷം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ പൊക്കൊള്ളാൻ പറഞ്ഞു. ഇവൾ പോയി. പിറ്റേ ദിവസം രാവിലെ ഇവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജോലി ശരിയായി, ഞാൻ ബോംബെക്ക് പോകും. പിറ്റേ ദിവസം, ഇത് പ്രാർത്ഥിച്ചതിന് പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഈ പെൺകുട്ടി ടിക്കറ്റ് എടുത്ത് ബോംബെക്ക് പോവാ. അവിടെ ഒരു ഹോസ്പിറ്റലിൽ അവൾക്ക് ജോലി കർത്താവ് തരപ്പെടുത്തി. അവളുടെ സഹനങ്ങളെ ഈശോ വിശ്വാസത്തിലൂടെ വിശ്വാസം വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് അവളെ കർത്താവ് വീണ്ടെടുത്തു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനകളെ ഏറ്റെടുക്കാൻ ദൈവം തയ്യാറാണ്. നമ്മുടെ കഷ്ടപ്പാടുകളെ ഈശോ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അവൻ കഷ്ടപ്പെട്ട കാൽവരിയുടെ മുൻനിർഗയിലേക്ക് പോയി. മരക്കുരിശും എടുത്തുകൊണ്ട്, ഭാരമേറിയ മരക്കുരിശും എടുത്തുകൊണ്ട് ഈശോ കാൽവരിയുടെ നെറുകയിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ ആ പാപഭാരത്തെ, ഒരു ദൈവ പൈതല് ചുമക്കുന്ന പാപഭാരത്തെ അവൻ എടുത്തുകൊണ്ട് കാൽവരിയുടെ നെറുകയിലേക്ക് കടന്നു ചെന്ന് ആ മരക്കുരിശിന്റെ മേൽ അവൻ വിജയം വരിച്ചുകൊണ്ട് ആ മരക്കുരിശിനെ, ശാപത്തിന്റെ അടയാളമായ മരക്കുരിശിനെ മഹത്വത്തിന്റെ അടയാളമായിട്ട് അവൻ കാൽവരിയുടെ നെറുകയിൽ മാറ്റിമറിച്ചു എന്നാണ് സുവിശേഷം പറയുന്നത്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? തിരിച്ചു വന്നപ്പോൾ അവർ ഉണങ്ങുന്നത് കണ്ട് അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. അവനോട് എന്ത് മറുപടി പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവൻ മൂന്നാമതും വന്ന് അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ? മതി, സമയമായിരിക്കുന്നു. അതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവൻ, നമുക്ക് പോകാം. ഇതാ ഒറ്റിക്കൊടുക്കാൻ ഇരിക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു. സഹനത്തിലേക്ക് ഈശോ ഇറങ്ങോ? പിതാവിൻ്റെ കൈകളിൽ നിന്ന് ശക്തി സ്വീകരിച്ചപ്പോ പിതാവിന്റെ സാന്നിധ്യത്തിലാണ് പുത്രൻ സഹനത്തിലൂടെ കടന്നുപോയി. ആ സഹനത്തെ, ആ ശാപത്തെ മഹത്വമാക്കി മാറ്റി. നമുക്ക് അവന്റെ ശരീരത്തിൽ ഏൽപ്പിക്കേണ്ട മുറിവുകൾ സൗഖ്യമായിട്ട് ദൈവം പ്രദാനം ചെയ്തു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അനുസരണക്കേടിന്റെ ഒരു അരൂപി ലോകത്തിലുണ്ടോ? ലോകത്തിലുണ്ട്. അനുസരിക്കത്തില്ല, വചനം അനുസരിക്കത്തില്ല, കൽപ്പനകൾ അനുസരിക്കത്തില്ല, ദൈവപ്രമാണങ്ങൾ അനുസരിക്കത്തില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അനുസരിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല. കുറച്ച് ദിവസം ബലിയർപ്പിക്കാൻ പറഞ്ഞാലോ, കഴിഞ്ഞ ദിവസങ്ങളിലെ സാക്ഷികളിൽ 33 ജപമാലയിൽ പ്രാർത്ഥിച്ചു. 13 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്തിനായി പ്രാർത്ഥിക്കുന്നത്? വിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് മഹത്വം വെളിപ്പെടാത്തത്. അതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറയുന്നത് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അവിശ്വാസം വിട്ടുപോകാൻ വേണ്ടി, വിശ്വാസം നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണ് വിശ്വാസ പ്രമാണം. സഭയോട് ചേർന്ന് നിന്ന് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുമ്പോൾ വിശ്വാസം നമ്മൾ വർദ്ധിക്കപ്പെടുകയാണ്. ആ വിശ്വാസം വർദ്ധിക്കപ്പെടുന്നതിലൂടെ ദൈവമഹത്വം നമ്മളിലേക്ക് കടന്നു വരും. നമ്മുടെ ആ സഹനം ദൈവം ഏറ്റെടുക്കുക. മുള്ളു പിന്നെ ഇല്ല,
മുള്ള അവൻ ഏറ്റെടുത്തു. 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശ് നമ്മുടെ സഹനങ്ങളെ അവൻ ഏറ്റെടുത്തിട്ട് അവൻ്റെ സഹനമില്ലാത്ത മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരം നമുക്ക് അവിടെ നിന്ന് പ്രദാനം ചെയ്തു. ആ സഹനത്തെ അതിജീവിക്കുന്ന, വരുന്ന സഹനത്തെയും വരാനിരിക്കുന്ന സഹനത്തെയും അതിജീവിക്കുന്ന തമ്പുരാന്റെ ശരീരം നമുക്ക് പകുത്തു നൽകിയില്ലേ? കരമുയർത്തി വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? അപ്പൊ ഈ സഹനത്തെ അതിജീവിക്കുവാനാണ് ശരീരരക്തം നമുക്ക് നൽകിക്കൊണ്ടോ. അവൻ മുറിവേറ്റ ശരീരം, ഭക്ഷണം, അവൻ്റെ തിരിച്ചോര, ആ മുറിവിലൂടെ ഒഴുകിയിറങ്ങിയ തിരിച്ചോര ഭക്ഷണപാനീയമായിട്ട് നമുക്ക് നൽകിക്കൊണ്ട് വരാനിരിക്കുന്നതും വന്നതുമായ സഹനത്തെ, മുള്ളുകളെ അതിജീവിക്കാൻ, ഇല്ലായ്മ ചെയ്യുവാനുള്ള ദൈവിക ശക്തിയാണ് യേശു കാൽവരിയുടെ നെറുകയില് മരക്കുരിശില് ശിരസിൽ മുൾക്കിരീടം അണിഞ്ഞുകൊണ്ട് ആ മുള്ളുകളെ അവൻ ഇല്ലായ്മ ചെയ്യുന്ന, ആ സഹനത്തെ ഇല്ലായ്മ ചെയ്യുന്ന, ആ സഹനത്തെ അതിജീവിക്കുന്ന ശക്തിയാണ് അവൻ്റെ ശരീരരക്തങ്ങളിലൂടെ ഇസ്രായേൽ ജനത്തിന്, പുതിയ ഇസ്രായേലായ നമുക്ക് ദൈവമായ കർത്താവ് പ്രദാനം ചെയ്തിരിക്കുന്നത്. കരമുയർത്തി വിശ്വാസത്തോടെ ഒറ്റ വിളി, ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, കരമുയർത്തി വിളിച്ച്, ചങ്കു തുറന്ന് വിളിച്ച്, ഈശോയുടെ ജീവിതത്തിന്റെ സഹനങ്ങള്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുന്നില്ല. കർത്താവേ വിളിച്ച് പ്രാർത്ഥിച്ച്, ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, ചങ്കു തുറന്ന് വിളിച്ച്, നിലവിളിച്ച് ഈശോയുടെ സന്നദ്ധിയിൽ ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് മക്കള് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ഉപേക്ഷിക്കണ്ടേ? നാം ഇഷ്ടപ്പെടുന്നത്, മറ്റുള്ളവർ നമ്മൾ ചിലത് ഇഷ്ടപ്പെടും. നീ ഇങ്ങനെ കിടക്കുന്നത് എനിക്കിഷ്ടമാണ്. ആരുടെ ഇഷ്ടമാണ്? ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, ഭർത്താവിൻ്റെ ഇഷ്ടമായിരിക്കും. ആ ഇഷ്ടത്തെ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ ചില ഇഷ്ടങ്ങൾ, നമുക്ക് കൂടുതൽ ഇഷ്ടങ്ങൾ, ചിലത് ഉപേക്ഷിക്കണം മക്കളെ. ദൈവരാജ്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ, സമാധാനം വരണമെങ്കിൽ, അസ്വസ്ഥത വിട്ടുപോകണമെങ്കിൽ, സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ നാം സ്നേഹിക്കുന്ന പലതിനെയും മോറിയ മലയുടെ മുകളിൽ നാം സമർപ്പിച്ചാലല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കത്തില്ല. സ്വപുത്രനെ തന്നെ നൽകുവാൻ, എന്തിനു വേണ്ടിയാ? പാപപരിഹാര ബലി അർപ്പിക്കുവാൻ സ്വപുത്രനെ നൽകുവാൻ പിതാവ് അത്രമാത്രം നമ്മെ സ്നേഹിച്ചുവെങ്കിൽ ആ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പുത്രൻ്റെയോട് ചേർന്ന് നിൽക്കുവാൻ ചില ഇഷ്ടവസ്തുക്കളെ നാം ഉപേക്ഷിക്കുമ്പോൾ ആ പുത്രനിലൂടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുള്ളുകളെ, അവനെ, സഹനത്തെ ദൈവം ഏറ്റെടുത്തുകൊണ്ട് ആ സഹനം മഹത്വമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റുമെന്നാണ് സുവിശേഷം നമുക്ക് തരുന്ന ഉറപ്പ്. നമുക്ക് ചാടി എഴുന്നേക്കാം ദൈവസന്നിധിയിൽ. പരിപൂർണമായിട്ട് നമുക്ക് ദൈവസന്നിധി വിട്ടുകൊടുക്കുക, ശരീരത്തെ വിട്ടുകൊടുക്കാം, ആത്മാവിനെ വിട്ടുകൊടുക്കാം, ദൈവഹിതം നിറവേറുവാനായിട്ട്. പുത്രനെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു, അബ്രാഹത്തോട് പറഞ്ഞു. അബ്രാഹത്തോട് ചെയ്ത് ഉടമ്പടി, അത് കർത്താവ് ഓർക്കുന്ന തന്നെ കൊണ്ടാ പുത്രനെ കൊടുത്തു. നമ്മൾ വിട്ടുകൊടുത്തേ. ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ശരീരത്തിന് ഇഷ്ടമാണ്, ഇത് ഇടുന്ന എനിക്കിഷ്ടമാണ്, ഇങ്ങനെ നടക്കുന്ന എനിക്കിഷ്ടമാണ്. നിന്റെ ഇഷ്ടത്തെ നീ വിട്ടുകൊടുക്കാതെ ദൈവം നിന്റെ മേൽ നിന്റെ മുള്ളുകളെ ഏറ്റെടുക്കത്തില്ല. ഉറപ്പായ കാര്യമാണ്. അബ്രാഹത്തിൻ്റെ മുള്ളിനെ കർത്താവ് ഏറ്റെടുത്തപ്പോഴാണ്, അവൻ വിട്ടുകൊടുത്തപ്പോഴാണ് ഇസഹാക്കിൻ്റെ ദൈവമായിട്ട് മാറുകയാണ്. യാക്കോബിന്റെ ദൈവമായിട്ട് മാറിയത് അബ്രാഹാം പിതാവ് മോറിയ മലയുടെ മുകളിൽ തൻ്റെ അരുമസുതനെ വിട്ടുകൊടുത്തപ്പോഴാണ് ദൈവം ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായിട്ട് മാറ്റപ്പെട്ടത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. ദൈവത്തിന്റെ പുരോഹിതൻ ദൈവജനത്തെ വെഞ്ചരിക്കുമ്പോൾ നമ്മുടെ ചില ഇഷ്ടങ്ങളെ കർത്താവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കിക്കളയുവാനുള്ള ആത്മീയ ശക്തി നമുക്ക് ദൈവമായ കർത്താവ് പ്രദാനം ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ചില മുള്ളുകള് കർത്താവ് ഇപ്പോൾ എടുത്തു മാറ്റുന്നുണ്ട്. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. നന്നായിട്ട് സ്തുതിച്ചേ. ഇഷ്ടങ്ങളെല്ലാം വിട്ടുപോകട്ടെ. ഇഷ്ടങ്ങൾ വിട്ട്, എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാനിത് ഉപേക്ഷിക്കത്തില്ല. എൻ്റെ മകനെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ലെന്നല്ല അബ്രാഹാം പറഞ്ഞത്. അബ്രാഹത്തിന്റെ സന്തതികളായ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ വിട്ടുകൊടുക്കുമ്പോഴാണ് മുള്ളിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മുടെ സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ വേണ്ടി അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് അറക്കപ്പെട്ടവനായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് യോഹന്നാൻ ശ്ലീഹ പാസ്മോസ് ദ്വീപിൽ വെച്ച്
കണ്ടത് വെളിപാടിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കരമുയർത്തി വിളിച്ച് നിന്റെ ജീവിതത്തിന്റെ സഹനങ്ങളെ യേശു ഏറ്റെടുക്കുന്നുണ്ട്. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് സഹനപുത്രനായിട്ട് നിൽക്കുന്നുണ്ട്. യേശു അറക്കപ്പെട്ട കുഞ്ഞാട് പിതാവിന്റെ വലതുഭാഗത്ത് ഇന്ന് അറക്കപ്പെട്ടവനായി നിൽക്കുന്നത്. നിന്റെ വേദനകളെ, നിന്റെ മുള്ളുകളെ, നിന്റെ ഇഷ്ടങ്ങളെ, നിന്റെ സന്നിഷ്ടങ്ങളെ അവൻ ഏറ്റെടുത്തുകൊണ്ട് ആ മഹത്വത്തിന്റെ സാന്നിധ്യം ഇന്ന് നമ്മളിലേക്ക് കടന്നു വരുവാൻ, പാപക്കറകളെ, നിന്റെ ഇഷ്ടത്തിന്റെ അവസ്ഥകളെ നീക്കിക്കളയുവാൻ അവൻ അറക്കപ്പെട്ടവനായിട്ട് പിതാവിന്റെ വലതുഭാഗത്ത് ഉപേക്ഷനാണ്. വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അബ്രാഹത്തിന്റെ സഹനമായിരുന്നു ഇസഹാക്ക്. ഇസഹാക്കിനെ ചോദിച്ചപ്പോ അബ്രാഹം പറഞ്ഞു, ഞാൻ തരാമെന്ന് പറഞ്ഞ് 3 ദിവസത്തോളം യാത്ര ചെയ്ത് മോറിയ മലയുടെ മുകളില് ദൈവത്തിന് ബലിയായി സമർപ്പിച്ചുവെങ്കിലോ ആ സഹനത്തെ ഏറ്റെടുത്തവനാണ് ദൈവം. ആ സഹനം, നമ്മുടെ സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ, അബ്രാഹത്തിന്റെ സന്തതികളായ നമ്മളെ ഓരോരുത്തരെ ഏറ്റെടുക്കുവാൻ പിതാവായ ദൈവം തന്റെ അരുമസുതനെ അറക്കപ്പെട്ട കുഞ്ഞാടായിട്ട് പിതാവിന്റെ വലതുഭാഗത്ത് ഉപേക്ഷനാക്കിയിട്ടുണ്ട്. വിളിച്ച മക്കളെ ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, അഭിഷേകത്തോടെ വിളിച്ച്, ആത്മാവിന്റെ നിറവിൽ വിളിച്ച്, അത്യുന്നതനെ വിളിച്ച്, സർവശക്തനെ വിളിച്ച് ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു. വിളിച്ച് പ്രാർത്ഥിച്ച്, വിളിച്ച് പ്രാർത്ഥിച്ച്. കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ഇരിപ്പിടയില്ലാത്തവരുണ്ട്, കിടപ്പാടം ഇല്ലാത്തവരുണ്ട്, വലിയ കടബാധ്യതയിലൂടെ ആയിരിക്കുന്നവരുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ഒത്തിരി മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഭവനങ്ങളുണ്ട്. വിളിച്ചു മക്കളെ, ഈശോയെ വിളിച്ച്, ഈശോയെ വിളിച്ച്, ഈശോ ഇറങ്ങി വരണേ. ഈ മുള്ളുകളെ ഇല്ലായ്മ ചെയ്യുവാൻ അവിടുന്ന് ഇറങ്ങി വരണമേ. മുള്ളിനെ ഇല്ലായ്മ ചെയ്യുന്ന, വേദനകളെ ഇല്ലായ്മ ചെയ്യുന്നവൻ ഇറങ്ങി വരട്ടെ ജീവിതത്തിലേക്ക്. അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ നിങ്ങൾക്ക് സമീപസ്ഥനാണ്. ആ സമീപസ്ഥനായിരിക്കുന്ന ദൈവത്തെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് സമർപ്പണത്തിന്റെ സമയമാണ്. കാഴ്ചയെക്കൊണ്ടിരിക്കുന്ന സമ്പത്തിനെ നമുക്ക് എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി സഹനമുണ്ട്, ഉറപ്പായ കാര്യമാണ്. കുഞ്ഞുങ്ങൾ വിദേശത്ത് പോയി, മക്കളെ ഒത്തിരി ആളുകൾ വിഷമിക്കുന്ന ഒരു കാര്യമാണ്. വിദേശങ്ങളിലേക്ക് മക്കളെ വിട്ടിട്ട് അവർക്കവിടെ ജോലിയില്ല. ഇവിടുന്ന് പൈസയ്ക്ക് വളരെ പാവപ്പെട്ട ആളുകളാണ്. 10 സെന്റ് 5 സെന്റ് സ്ഥലമുള്ളവരെ കടപ്പാടം പണയം എടുത്തിട്ട് കടം മേടിച്ച് ബ്ലേഡ് ഗാർഡിൽ നിന്ന് പൈസ എടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളെ വിദേശത്ത് വിട്ടിട്ട്, വിദേശത്ത് ജോലി കിട്ടാതെ അവരവിടെ പഠിത്തം പൂർത്തിയായിട്ട് തിരിച്ചു പോരേണ്ട ഗതി വരുമ്പം അപ്പനും അമ്മയും പറഞ്ഞ് അവരിങ്ങോട്ട് വന്നാൽ ഞങ്ങൾ നശിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രിയപ്പെട്ടവരെ, വിടുമ്പോൾ ഓർത്തോണം. അവിടെ അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ കടം മേടിച്ച് വിടും, അതൊന്നും അവിടെ നിന്ന് വീടത്തില്ല. ഇപ്പം ഇവിടെ കേരളത്തിലെ ഒരുമാതിരി 90% സമ്പത്തും ബാങ്കിൽ നിന്നൊക്കെ എടുത്ത് എല്ലാവരും വിദേശ രാജ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇനി വിദേശ രാജ്യങ്ങളൊന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല. അവരെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചുവിടും. കാരണം സമ്പത്ത് എവിടെ ചെന്നു? അവരുടെ രാജ്യത്ത് ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. അവരുടുതുണി പോലും ഇല്ലാതെ നടക്കേണ്ട ഗതികേടിലേക്ക് വരുവാണ്. അതുകൊണ്ട് വിദേശങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ വിടുന്നവർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നില്ല എങ്കിൽ അത് വലിയ വിപത്തിലേക്ക് പോകും. ഒരു ദിവസം 10-20 പേര് കണ്ണുനീരൊഴുക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കണേന്ന് പറയുമോ? അവർക്ക് വേറെ ഒന്നും വേണ്ട, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടുന്ന് വിദേശത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ട് 10-12 ലക്ഷം രൂപ മേടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാതെ ഒരു പെൺകുട്ടി കരഞ്ഞു വിളിക്കുക. എന്നിട്ട് കൊടുത്തിരിക്കുന്ന ഓരോ സാധനങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളാണ്. വിദേശത്ത് വന്നിരിക്കുന്ന പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഓഫർ ലെറ്ററൊക്കെ കൊടുത്തിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്, ഞാൻ എൻ്റെ അയച്ചു തന്നു. ഞാനത് വിദേശത്ത് അയച്ചു കൊടുത്തിട്ട് ഇത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി ആയിട്ട് ഇങ്ങോട്ട് പറഞ്ഞു അത് ഡ്യൂപ്ലിക്കേറ്റാണ്. ഞാൻ ഈ കൊച്ചിനോട് പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ശരിയാണെന്ന് ചോദിച്ചു. അവിടുത്തെ അവർ സംസാരിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഇങ്ങനെയുള്ള ഓഫർ ലെറ്റർ ഒരു കാരണവശാലും പുറത്ത് കാണിക്കരുത്, കാരണം ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വെറുതെ എടുത്ത് ചാടി ഇത് എടുത്തിരിക്കുന്ന 1 വർഷം മുമ്പ് ലോൺ എടുത്തിട്ട് ആ ലോൺ എടുത്ത എമൗണ്ട് എൻ്റെ പകുതി 3/4 ഭാഗത്തോളം ഈ ഏജന്റിന്റെ കൈ ചെന്നു. ബാക്കിക്കുള്ള പൈസ, അവിടെ കുറച്ച് പൈസ കിടപ്പുണ്ട്, അത് മുഴുവൻ ബാങ്കുകാർ അതിന് ഇൻട്രസ്റ്റ് ആയിട്ട് തവണ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ കടബാധ്യതയിലേക്ക് പോവുക. 5 സെന്റ് സ്ഥലവും വീട് മാത്രമേ ഉള്ളൂ.
അമ്മായിപ്പൻ്റെ വീട്, അവർ താമസിക്കുന്ന വീട് എടുത്ത് പണയിപ്പിച്ചിരിക്കുമോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ല എങ്കിൽ വലിയ വിപത്തിലേക്ക് ഇത് കടന്നു വരും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെയുള്ള മേഖലയിൽ അകപ്പെട്ടിരിക്കുന്നവർ, സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ബിസിനസ് മേഖലയിൽ പരാജയപ്പെടുന്നവർ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ സമർപ്പണം ഒരു അനുഗ്രഹമാക്കി, ഒരു വിടുതലാക്കി, ഒരു സൗഖ്യമായിട്ട് മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമേർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമേർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധനൊരു ജ്വാലയായി മാറി ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളെയും മുൾച്ചെടികളെയും ദഹിപ്പിച്ചു കളയുമെന്ന് യേശയ്യാ പ്രവാചകൻ ചെയ്ത കർത്താവിന്റെ വചനത്തെ ശക്തിയാൽ സാമ്പത്തിക മേഖലയിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും ഈശോ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒറ്റ വിളി ഈശോയെന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. നമുക്ക് സമർപ്പിച്ചുകൊണ്ട് മുട്ടുമേലാകാം. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയമനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദിവികാരണനാഥൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയും വേദനകളെ, മുള്ളുകളെ ഇല്ലായ്മ ചെയ്ത സഹനത്തെ ഏറ്റെടുത്തൊരു ദൈവം. ആ സഹനത്തെ ഏറ്റെടുത്തപ്പോൾ ശരീരത്തിൽ മുറിവേൽപ്പിക്കപ്പെടാത്തൊരിടവുമില്ല. എവിടെയെല്ലാം മനുഷ്യൻ വേദന അനുഭവിക്കുന്നുണ്ടോ ആ വേദനകളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മിശിഹ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കാമോ? ഹല്ലേലൂയ. നന്നായിട്ട് സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്വരമുയർത്തി സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നു
എന്നതറിയുന്നു ഞാൻ. സ്വയം നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ദൈവമേ തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സ്വയം സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ദൈവമേ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സ്വയം ആരാധ്യൻ ചേർന്ന് പാടിക്കേ. യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. ശക്തിയോടെ തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സ്വയം മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും നിൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും നിൻ ഹൃദയം. സ്വയം ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. സ്വയം തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ശക്തിയോടെ ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. സ്വയം തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ദൈവമേ നമ്മുടെ സഹനങ്ങളെ നമുക്ക് ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പിതാവിൻ്റെ സന്നദ്ധിയിൽ പുത്രൻ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ ഹിതം നിറവേറട്ടെ. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം അവിടുത്തെ ഹിതം നിറവേറുവാനായിട്ട്. ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായം 42 മുതൽ തിരുവചനം. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് വചനം ശ്രദ്ധിച്ചേ. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല നിറവേറേണ്ടത് അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. കരമേറി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. ദൈവഹിതം നിറവേറ്റിയവനെ വിളിക്കാമോ? ഈശോയെ. സ്വപുത്രനെ തന്നെ നൽകിയ ദൈവത്തെ വിളിക്കാമോ? ഈശോയെ. ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. പ്രാർത്ഥിച്ച് ഈശോയുടെ ഹിതമാണ്. നമ്മൾ ചില സഹനങ്ങളിലൂടെ കർത്താവ് വിടുക, ചിലതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ശരീരത്തെ ഈശോ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവുക. അതിനു മുമ്പ് തയ്യാറല്ല. ഇത് മാറ്റിത്തരാവോ, ഇത് മാറ്റിത്തരാവോ എന്ന് നമ്മൾ ചോദിക്കുക. സഹനത്തെ അതിജീവിക്കുന്ന ദൈവിക കൃപ തൻ്റെ ശിഷ്യന്മാരിലൂടെ ലോകത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ യേശു സഹനത്തിലൂടെ കടന്നു പോകണമെന്നുള്ളത് പിതാവിന്റെ ഹിതമാണ്. ജോബ് സഹനത്തിലൂടെ കടന്നു പോകേണ്ടത് ദൈവത്തിന്റെ ഹിതമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥനയിലൂടെ ജോബിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ജോബ് കടന്നുപോയ സഹനങ്ങള് ദൈവം കൊടുത്ത സഹനങ്ങളാണ്
ആ പരീക്ഷണങ്ങളെ അതിജീവിച്ചപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ച് അവരെയും അനുഗ്രഹമാക്കി മാറ്റുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ജോബിന് കൃപ കൊടുത്തു എന്നാണ് ജോബിന്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. മക്കള് പ്രാർത്ഥിച്ച് ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന സഹനം ദൈവഹിതോ, ഈ സഹനത്തെ അതിജീവിക്കുവാനായിട്ട് എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ മാറ്റിവെക്കുക. ഈശോയുടെ ഇഷ്ടം എന്താ? ഇത് മാറ്റിത്തരണം. ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കും, എന്നെ അനുഗ്രഹിച്ചോണം. അതല്ല, എൻ്റെ ഇഷ്ടങ്ങള് മാറ്റിവെക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറത്തില്ല എന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ഇഷ്ടം മാറ്റിവെക്കണം. ഈ മണിക്കൂറിൽ എനിക്ക് ഉറങ്ങാൻ ഇഷ്ടം, എൻ്റെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്ന് ഇരിക്കാനാണ് എൻ്റെ ഇഷ്ടം. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ആലയത്തില് ദൈവത്തെ ശുശ്രൂഷിക്കുവാനാണ് ദൈവത്തിന്റെ പദ്ധതി. ആ പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളും സഹനത്തില് അഗ്നിയായി നിന്നുകൊണ്ട് അഭിഷേകമായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സ്വരം നമുക്ക് അനുഭവിക്കുവാൻ സാധ്യമാകുന്നതെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹനത്തിന്റെ തീച്ചൂളിലൂടെ മിശിഹ കടന്നു പോകുമ്പോൾ സ്വർഗീയ പിതാവ് പുത്രനൊപ്പം കൊണ്ട് ശക്തി കൊടുത്തുകൊണ്ട് കൂടെയുള്ളവൻ മഹത്വമാക്കി മാറ്റിയെങ്കിലോ ആ മഹത്വമാക്കി മാറ്റിയവനെ സ്വന്തമായിട്ട് തന്നവനാണ് പിതാവായ ദൈവം. ആ ദൈവത്തെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആബാ പിതാവേ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പ്രാർത്ഥിക്കാം, ആരാധിക്കാം. നമുക്കത് എഴുന്നേറ്റ് നിൽക്കാം. നന്നായിട്ട് കരമടിച്ച് ആടി പാടി ഈശോയെ ആരാധിക്കാം. അത്തിമരം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലമില്ലാതായാലും, ആട്ടുംകൂട്ടം മാലയിൽ അറ്റുപോയാലും, മുന്തിരിവള്ളി ഫലം ചൂടുന്നില്ലെങ്കിലും, ഒലിവ് തൈകളിൽ ഫലമില്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുമെന്ന് ഹബക്കൂക്ക് പ്രവാചകനോട് അരുളി ചെയ്ത വചനമാണ് ഈ സമൂഹത്തില് നിറവേറുന്നത്. വിശ്വാസത്തോടെ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഹിതത്തിനായിട്ട് കരങ്ങൾ ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനെ ഒന്നുകൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. സ്വരം ഉയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം വ്യാപരിക്കുന്നു. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഇസ്രായേലിന്റെയും പരിശുദ്ധനായവൻ ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്നു. ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. സഹനത്തിൽ നിന്നുകൊണ്ട് വിളിക്കുന്നു. ജ്വലിക്കുന്ന അഗ്നിയിൽ ഇറങ്ങി വരുന്നവനെ വിളിക്കുന്നു. സഹനത്തിന്റെ തീച്ചുളിലേക്ക് ഇറങ്ങി വരുന്നവനെ വിളിക്കുന്നു. ഇസ്രായേലിന്റെ ദീനരോധനം കേട്ടവനെ വിളിക്കുന്നു. ഇസ്രായേലിന്റെ അലച്ചിലുകളെ എണ്ണിയവനെ വിളിക്കുന്നു. ഇസ്രായേലിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചവനെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയമേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. ശക്തിയോടെ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ശക്തിയോടെ യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. വിശ്വാസത്തോടെ യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ
ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ശക്തിയോടെ, അഭിഷേകത്തോടെ, ആത്മീയ ശക്തിയിലോ ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെ എല്ലാം നീക്കിക്കളഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ദൂതൻ ഇറങ്ങി വരണമെങ്കിൽ ദൈവഹിതം നിറവേറ്റിയാൽ മാത്രമേ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച മാത്രമേ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് ശുശ്രൂഷിക്കത്തുള്ളൂ എന്ന് ലൂക്കാസ് വിശേഷത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവഹിതം നിറവേറ്റുവാനുള്ള ആത്മീയ ശക്തി ചോദിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നിഷ്ടങ്ങളെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട്, ഈശോ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്, അതെല്ലാം തന്നിഷ്ടങ്ങളാണ്, ആ തന്നിഷ്ടങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാവുള്ളൂ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റ വിളി ഈശോയേ എന്ന് വിളിക്കുന്നു, അഭിഷേകത്തോട് വിളിക്കുന്നു, ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു, അത്യുന്നതനായവനെ വിളിക്കുന്നു. കാക്കയാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും, യേശു മതിയായവൻ. കാക്കയാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കിത്തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. വിശ്വാസത്തോടെ യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. അഭിഷേകം വ്യാപരിക്കപ്പെടും. ദൈവകൃപ ദൈവമക്കളിലേക്ക് പെയ്തിറങ്ങട്ടെ എന്ന് ദാസർ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ എല്ലാ പാപബന്ധനങ്ങളും തന്നിഷ്ടങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് നസ്രായന യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റാതെ, ദൈവപദ്ധതികൾ അനുസരിക്കാതെ, ദൈവത്തിന്റെ ഹിതം ആരായാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഓരോ ദൈവവിധനെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവജനം പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ആത്മാവിന്റെ ശക്തി ഇപ്പോൾ അതിശക്തമായിട്ട് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയേ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. കരമടിച്ചു പാടാം. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, പുതിയ വഴികളെ തുറന്നു തരും, യേശു മതിയായവൻ. ശക്തിയോടെ സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, പുതിയ വഴികളെ തുറന്നു തരും, യേശു മതിയായവൻ. ശക്തിയോടെ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ധൈര്യത്തോടെ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ധൈര്യത്തോടെ യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ
ക്രൂശുമതി എനിക്ക്. വിശ്വാസത്തോടെ യേശുമതി തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ശക്തിയോടെ യേശുമതി ആ സ്നേഹം മതി, തൻ ക്രൂശുമതി എനിക്ക്. അഭിഷേകത്തോടെ യേശുമതി തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശുമതി ആ സ്നേഹം മതി, തൻ ക്രൂശുമതി എനിക്ക്. ശക്തിയോടെ യേശുമതി തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയേ ഈശോയെ ഈശോയേ ഈശോയെ. ഈശോയേ. അഭിഷേകം നിറയുന്നു, അഭിഷേകം നിറയുന്നു. വീണ്ടും നമുക്ക് മുട്ടുമേലാകാം വിശ്വാസത്തോടെ. ഗെത്സമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നത് പാറപ്പുറത്ത്, മിനുസമുള്ളവർ ആറയല്ല, പരുപരുത്ത പാറയുടെ മുകളിൽ മുട്ടുമേൽ നിന്നാണ് ഈശോ ആ സഹനത്തെ അതിജീവിക്കുവാനുള്ള ശക്തി ചോദിച്ച് പ്രാർത്ഥിച്ചത്. നമുക്ക് മുട്ടുമേലാകാം. മുട്ടുമേലാക്കി. മുട്ടുമേലാകാൻ സാധിക്കാത്തവർ ഈശോയോട് ചോദിച്ച് എന്നെ ഒന്ന് മുട്ടുമേലാക്കി തരാമോ? ഈശോയോട് പ്രാർത്ഥിച്ച്, ഈശോയെ കർത്താവിൻ്റെ വാചനോട് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും. യേശു മാത്രമാണ് കർത്താവ്. ഈശോയെ എന്നെ അനുഗ്രഹിക്കണേ, എന്നെ സുഖപ്പെടുത്തണേ. ഒത്തിരി സഹനത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു, ഒത്തിരി പരാജയത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു. അനുദിനം എൻ്റെ ജീവിതത്തിൽ സഹനമാണ്. ഒരു ദിവസം പോലും വേദനയില്ലാത്ത ദിവസമില്ല, പരിഹാസമില്ലാത്ത ദിവസമില്ല, ഒരു ദിവസം പോലും സങ്കടപ്പെടാത്ത ദിവസമില്ല. നേരം വെളുക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുമ്പം ഞാൻ ദുഃഖത്തില്ല, ഞാൻ കണ്ണുനീരില്ല, ഞാൻ വേദനയില്ല. ഭയപ്പെട്ട ഞാൻ ഫോൺ എടുക്കുന്നത്, കാരണം കടബാധ്യത കൊണ്ട് ഞാൻ മുടിഞ്ഞിരിക്കുക. കർത്താവെ, നീ അറിയുന്നില്ലേ ഞാൻ ധൂർത്തനായിട്ട് ജീവിച്ചത്. ഞാൻ അവിടെ നിന്ന് ദൈവഹിത പ്രകാരം അല്ലാത്ത ചില ജീവിതങ്ങളിലൂടെ ഞാൻ കടന്നുപോയപ്പോഴാണ് എനിക്ക് കടബാധ്യത വന്നേ. തന്നിഷ്ടപ്രകാരം പോയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അധപ്പതനുണ്ടായി. ദൈവവചനം അനുസരിച്ച് ദൈവവഴിയിലൂടെ വ്യാപരിച്ച് ഒരു കാലഘട്ടത്തിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എവിടെ വെച്ചോ ഏതൊക്കെയോ തിന്മയുടെ സ്വാധീനങ്ങളിലേക്ക് വലയങ്ങളിലേക്ക് അകപ്പെട്ടപ്പോഴാണ്, ചില തിന്മയുടെ സ്വാധീനങ്ങൾ വലയം ചെയ്യപ്പെട്ട വ്യക്തികളുടെ അടുത്തേക്ക് ഞാൻ എടുത്തപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പരാജയം ഉണ്ടായി. എൻ്റെ ജീവിതത്തിലെ വിജയത്തെ ഞാൻ നിസ്സാരമായിട്ട് കരുതി. ദൈവ സാന്നിധ്യമുള്ളൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സഹായിക്കുവാൻ ഒരുപാട് ആളുകൾ എൻ്റെ ചുറ്റും കൂടി നിന്നിരുന്നു. അനേകരിലൂടെ ദൈവം പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തെ എല്ലാം ഞാൻ മറന്നത് ദൈവത്തെ മറന്നപ്പോഴാണ്. കർത്താവേ, എൻ്റെ അക്കൗണ്ടിൽ കാശുണ്ടായിരുന്നു, സമ്പത്ത് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. ഒന്നും ഞാൻ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഈ സമ്പത്ത് എനിക്ക് ദൈവമായിട്ട് മാറി. എല്ലാം നഷ്ടപ്പെട്ടു. സീറോ ബാലൻസിൽ എത്തി നിൽക്കുക. കർത്താവേ, കരുണയായിരിക്കണേ. നല്ല ആരോഗ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് അധ്വാനിച്ചൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ കരംബല കൊണ്ടാണ് എൻ്റെ വീട് നടത്തിയത്. എൻ്റെ കരങ്ങളുടെ ശക്തിയാണ് എൻ്റെ ഭവനത്തെ നയിച്ചുകൊണ്ട് പോയത്. കർത്താവ് പറയുന്നു, മോളെ, മോനെ, നിന്റെ കരങ്ങളുടെ ബലമോ കഴിവോ അല്ല, നിന്റെ സർവശക്തനായ ദൈവമാണ് നിനക്ക് ശക്തി പ്രദാനം ചെയ്യുന്നത്. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി പ്രകാരമാണ് നിനക്ക് ഈ സമ്പത്തെല്ലാം നേടാൻ ഞാനാണ് ശക്തി നൽകിയതെന്ന് അവിടെ നിന്ന് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇപ്പൊ എനിക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, നട്ടെല്ലിൻ്റെ കണ്ണി അടുക്കുക അകലുക, അസ്ഥികൾക്ക് ബലമില്ല, ശരീരം ക്ഷീണിച്ചു. ഞാനൊരു ഷുഗർ രോഗിയാണ്, ഞാൻ പ്രഷറുള്ള ആളാണ്, കൊളസ്ട്രോൾ ഉള്ള ആളാണ്. കർത്താവേ, എനിക്ക് ജോലി ചെയ്യാനായിട്ട് സാധ്യമാകുന്നില്ല. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ദൈവഹിതത്തിൽ നിന്നകന്ന് ദൈവഭക്തതകളെ തിരിച്ചറിയാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നു നീങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെ നടന്നു നീങ്ങിയപ്പോൾ എൻ്റെ ജീവിതം പരാജയത്തിലെത്തിച്ചേർന്നെങ്കിൽ പാപി നടക്കുന്ന വഴി മിനുമിനുപ്പുള്ളതാണ്, മിനുസമുള്ളതാണെന്ന് പ്രഭാഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
ചെന്നെത്തുന്നത് പാതാളത്തിലാണ്. നല്ല വഴികളിലൂടെ നീ സഞ്ചരിച്ചു, ആ സഞ്ചരിച്ച വഴി അവസാനിച്ചത് പാതാളത്തിലാണ്. കർത്താവേ, പാതാളത്തിൽ നിന്ന്, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു എന്ന് യോനാ പ്രവാചകൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. മത്സ്യത്തിന്റെ ഉദരത്തിൽ വെച്ച് യോനാ തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. കഷ്ടതയിലാണ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കേണ്ടതെന്ന് യോനാ 2:2 പറയുന്നു. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. അവിടുന്ന് എൻ്റെ ആഴത്തിലേക്ക്, സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രവാഹം എന്നെ വളഞ്ഞു, അങ്ങയുടെ തിരമാലകൾ എൻ്റെ മുകളിലൂടെ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു, പായൽ എൻ്റെ തല വലിഞ്ഞു മുറുക്കിയിരിക്കുന്നു, പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്നു. സമുദ്രത്തിന്റെ അടുത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു, അതിൻ്റെ ഓടാമ്പലുകൾ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. വ്യർത്ഥ വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്തത വെടിയുന്നു. എന്നാൽ ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലിയർപ്പിക്കും. ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൽ നിന്നാണ് രക്ഷ. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചു. കർത്താവിൽ നിന്നാണ് രക്ഷയെന്ന് യോന പ്രഘോഷിച്ചപ്പോ ദൈവത്തിന്റെ രക്ഷ യോനായിൽ വെളിപ്പെട്ടപ്പോ മത്സ്യം യോനായെ പുറന്തള്ളിയെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്നെ പിടികൂടിയിരിക്കുന്ന എല്ലാ സഹനങ്ങളും എന്നെ വിട്ടുമാറുന്നത്, കടബാധ്യതകള്, രോഗങ്ങള്, തകർച്ചകള്, എന്നെ പിടികൂടിയിരിക്കുന്ന സകല ദുരവസ്ഥകളും എന്നെ പിടിവിട്ടു പോകുന്നത് രക്ഷ ഇകനായ യേശുക്രിസ്തുവില് നാം ആശ്രയിക്കുമ്പോഴാണ്. രക്ഷ യേശുക്രിസ്തുവിലൂടെയാണ്. ആ രക്ഷകനെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ചങ്കു തുറന്ന് വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച് യോനാ പ്രവാചകനെ മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവമായ കർത്താവെ, സ്വപുത്രനെ 3-ാം ദിവസം കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവമായ കർത്താവെ, ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി വിശ്വാസത്തോടെ ഉത്ഥാനത്തിന്റെ ദൈവിക ശക്തി ദൈവജനത്തിന്റെ മേല് വെളിപ്പെടട്ടെ എന്ന് ദാസർ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു. ചേർന്ന് പാടാം. യേശുനേ, യേശുനേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. യേശുനേ, യേശുനേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്വരമുയർത്തി എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ദൈവമേ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയും സ്തോത്രവും എന്നും
സ്വീകരിപ്പാൻ യോഗ്യനായോനേ, സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനേ, എല്ലാം ഒട്ടും അടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാം ഒട്ടും അടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാം ഒട്ടും അടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ശക്തിയോടെ എല്ലാം ഒട്ടും അടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ശക്തിയോടെ കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാം ഒട്ടും അടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ശക്തിയോടെ എല്ലാം ഒട്ടും അടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാം ഒട്ടും അടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ശക്തിയോടെ എല്ലാം ഒട്ടും അടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. അഭിഷേകത്തോടെ എല്ലാം ഒട്ടും അടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാം ഒട്ടും അടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. അഭിഷേകത്തോടെ എല്ലാം ഒട്ടും അടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു 10 പേര് കേൾക്കുന്ന ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന, അഭിഷേകം നിറയുന്ന. ഹല്ലേലൂയ. നമുക്ക് എന്തൊരു കൂടെ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ആഗ്രഹിച്ച തന്നിഷ്ടം, നമ്മളെ ചില ഇഷ്ടങ്ങളുണ്ട്, അത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല. വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാ കാണിക്കുക, ഇങ്ങനെയുണ്ട് ഇഷ്ടങ്ങളുള്ളവർ ചില ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. തന്നിഷ്ടമായിട്ടുള്ള ജീവിക്കാനുള്ള ആഗ്രഹം, ചില ആഗ്രഹങ്ങൾ, ചില ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില വസ്തുക്കളാണ് ഉപേക്ഷിക്കാൻ കർത്താവ് പറയുന്നത്. ചില ഉപേക്ഷിക്കാം. അബ്രാഹത്തിന് ഇസ്ഹാക്കിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, മോറിയ മലയുടെ മുകളിൽ കൊണ്ടുവന്ന് ഈ മകനെ എനിക്ക് ബലിയായിട്ട് താ കൊടുക്കാൻ. കർത്താവിന് നിന്റെ വേദനകളെ ഒപ്പിയെടുക്കാൻ സാധിക്കണമെങ്കിൽ, മുള്ളുകൊണ്ട് നിന്റെ മുള്ള് എടുത്തു മാറ്റാൻ കർത്താവിന് സാധിക്കണമെങ്കിൽ നിന്റെ ഇഷ്ടത്തെ കർത്താവിന് മുമ്പിൽ കൊടുത്താലേ പറ്റത്തുള്ളൂ. പ്രാർത്ഥിച്ച് മക്കൾ പ്രാർത്ഥിച്ച് ചില ഇഷ്ടങ്ങൾ, ചില സ്വഭാവ വൈകല്യങ്ങൾ, തന്നിഷ്ടമായിട്ടുള്ള ജീവിതങ്ങൾ പ്രാർത്ഥിച്ച് ഏക മനസ്സോടെ അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പെന്തക്കോസ്താ ദിനം ആഗതമായതും ആത്മീയ ശക്തി അവരുടെ കൂടാരത്തിനുള്ളിലേക്ക് കടന്നു വന്നതും ദൈവമഹത്വം അവരുടെ മേൽ വന്നു നിന്നതും അവരുടെ സഹനങ്ങൾ രക്ഷാകരമായതും അവരേക മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോഴാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ ഈ സഹനങ്ങളെല്ലാം രക്ഷാകരമാക്കുവാനായിട്ടുള്ള ദൈവിക കൃപ എനിക്ക് തരണമേ. നമുക്കൊരു സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് മോളി, വീട് കട്ടച്ചിറ. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം എഴുതുന്നത്. മകൻ കാനഡയിൽ പഠിക്കുവാൻ പോകുകയും പഠിത്തം കഴിഞ്ഞ് 7 മാസമായിട്ടും ജോലിയൊന്നും ശരിയായില്ല. ഞാൻ ഇവിടെ വന്ന് ആരാധനയിലും വചന പ്രഘോഷണത്തിലും തുടർച്ചയായി പങ്കെടുക്കുകയും ആരാധന ഏറ്റെടുത്തു നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ഈ മാസം 15-ാം തീയതി ജോലി നൽകി
ദൈവം അനുഗ്രഹിച്ചു. ആ സഹനത്തെ ഈശോ രക്ഷാകരമാക്കി, അനുഗ്രഹമാക്കി. അവന് ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഒരു കുറവും കൂടാതെ അവനെ സഹായിക്കുവാൻ നല്ല ഫ്രണ്ട്സിനെ നൽകി ഈശോ അനുഗ്രഹിച്ചു. ആ സഹനം വീട്ടുകാർക്ക് ഏറ്റെടുക്കേണ്ടി വന്നില്ല. ദൈവം അത് കൂട്ടുകാരിലൂടെ ആ ഒരു വിഷമത കർത്താവ് പരിഹരിച്ചു കൊടുത്തു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും വിശുദ്ധ ജാബർ പിതാവിൻ്റെയും മധ്യസ്ഥതയിൽ ഈശോ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് കട്ടച്ചിറയിൽ നിന്ന് വന്ന മോളി എന്ന സഹോദരി നന്ദി പറയുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും, കർത്താവിനോട് ചേർന്നിരുന്നാൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് കർത്താവ് കാണിച്ചു തരും. കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിച്ചേ. അഭിഷേകം നിറയപ്പെടട്ടെ. അന്വേഷണങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്തേ. സഹായിക്കുവാൻ ആത്മാർത്ഥ സുഹൃത്തുക്കളെ കർത്താവ് ആ വാഗ്ദാനം അനുസരിച്ച് വിവാഹമെന്ന കൂദാശയുടെ സമയത്ത് ദൈവം നൽകിയ വാഗ്ദാനം അനുസരിച്ച് ആ കൂട്ടുകാരെ കൊടുത്ത് തലമുറകളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു എന്നാണ് ആ സാക്ഷ്യം രേഖപ്പെടുത്തുന്നത്. ഒരു വാക്കുപോലും ഫലം ചൂടാതെ പോകുന്നില്ല. നിങ്ങൾ ദൈവത്തോട് ഐക്യപ്പെടുമ്പോ കരമുയർത്തി വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? കരങ്ങൾ അടിച്ച് ആത്മാവിന്റെ നിറവില് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കും. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ശക്തിയോടെ കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ശക്തിയോടെ ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ശക്തിയോടെ ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. ശക്തിയോടെ അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ശക്തിയോടെ ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. യഹോവയെ കാത്തിരിപ്പോർ ശക്തിയെ പുതുക്കിടും. എല്ലാവരും യഹോവയെ കാത്തിരിപ്പോർ ശക്തിയെ പുതുക്കിടും. ദൈവമേ കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. എല്ലാവരും കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ
ഓടിയിടും. ആമേൻ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ശക്തിയോടെ കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ശക്തി. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. അഭിഷേകം. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ശക്തി വ്യാപരിക്കുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയൊഴുകി നിറയുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. ശക്തിയോടെ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. കൃപയ്ക്ക് മേൽ കൃപ തന്നവനെ വിളിക്കുന്നു. ഈശോയേ എന്ന് വിളിക്കുന്നു. ഈശോയേ ഈശോയേ എന്ന് വിളിക്കുന്നു. ഈശോയേ 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 വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ അഭിഷേകം നിറയുന്നു. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് തൻ്റെ ജനത്തിന് നൽകുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുന്നുണ്ട്. സമൂഹത്തെ മുഴുവൻ അനുഗ്രഹിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഈ സഹനത്തെ ഈശോ ഏറ്റെടുക്കണം. മോറിയ മലയുടെ മുകളിൽ മകനെ സമർപ്പിച്ചപ്പോൾ ആ മകൻ്റെ ദൈവമായിട്ട് ദൈവം മാറുക. ചില തന്നിഷ്ടങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ചില ആഗ്രഹം, ചില ഇഷ്ടം മദ്യം, ചില ഇഷ്ടമാണ് ചില ബന്ധനങ്ങളുടെ അടുത്ത് പോയിരിക്കുന്നത്, ചില ഇഷ്ടം ചില തിന്മയുടെ സ്വാധീനങ്ങളുടെ അടുത്ത് പോയിരിക്കുന്ന ഇഷ്ടം, അശുദ്ധ ഭാഷണം നടത്തുന്ന ഇഷ്ടം. ചില ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ നിനക്ക് ആഗ്രഹങ്ങളുണ്ട്, ചില വസ്തുക്കളോടുള്ള ഭ്രമം, ഇതൊക്കെ ഉപേക്ഷിക്കുമ്പോഴാണ് ദൈവമഹത്വം നമ്മളിൽ വെളിപ്പെടുന്നതും സഹനം ഈശോ ഏറ്റെടുത്ത് അത് അനുഗ്രഹമാക്കി മാറ്റുന്നതും. പ്രാർത്ഥിച്ച് ഓരോരുത്തരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഈശോ ഏറ്റെടുക്കണേ. ഈശോയെ, ഈശോയെ, എൻ്റെ ഇഷ്ടം ഒത്തിരിയുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം മാത്രം ജീവിക്കുന്നു. മറ്റുള്ളവരുടെ ഇഷ്ടമൊന്നും എനിക്ക് ഒരു കാര്യമല്ല. എൻ്റെ ഇഷ്ടം നിറവേറണം. എൻ്റെ ഇഷ്ടം മാത്രമേ നിറവേറാൻ പാടുള്ളൂ. എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടമോ എൻ്റെ മക്കളുടെ ഇഷ്ടമോ ഒന്നുമല്ല, എൻ്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. മക്കളെ ഉപേക്ഷിക്കാൻ കർത്താവ് പറയാം, നിന്റെ ഹിതമല്ല, നിന്റെ ഇഷ്ടമല്ല നിറവേറേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണമെങ്കിൽ നീ തന്നിഷ്ടങ്ങളെ, നിന്റെ ഇഷ്ടങ്ങളെ നീ മോറിയ മലയുടെ മുകളിൽ ഉപേക്ഷിക്കുമ്പോഴാണ് അറക്കപ്പെട്ട മുള്ളിൽ ഉടക്കിക്കിടക്കുന്ന അറക്കപ്പെടാനിരിക്കുന്ന ഒരു കുഞ്ഞാടിനെ അവന് വേണ്ടി ആ പാപത്തിന് പരിഹാര ബലി അർപ്പിക്കുന്നവനെ കണ്ടെത്തുവാൻ നിനക്ക് സാധ്യമാകത്തുള്ളൂ എന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മാനവകുലത്തിന്റെ പാപങ്ങളെ നീക്കിക്കളയുവാൻ സ്വപുത്രൻ പോലും പ്രാർത്ഥിച്ചു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. മക്കളെ, നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ഇഷ്ടപ്രകാരം അല്ല ഈ ഭൂമി ജീവിക്കേണ്ടത്. ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഇഷ്ടമാണ് ഓരോ വചനങ്ങളിലൂടെയും നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനത്തിൽ നീ ജീവിക്കുമ്പോൾ ആ വചനത്തിലൂടെ നീ കണ്ടെത്തുന്നത് ദൈവത്തിന്റെ ഹിതമാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി, അന്തികാല അഭിഷേകത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തി അന്തികാല ശുശ്രൂഷകരായിട്ട് സഭയിൽ നമ്മുടെ തലമുറകളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാമോ. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. അന്ത്യകാല ശുശ്രൂഷകര് സഭയില് ഉണർന്നെഴുന്നേൽക്കേണ്ട കാലഘട്ടമാണെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ യുഗത്തിന്റെ അന്ത്യം നമ്മളിലാണ് എത്തി നിൽക്കുന്നത്. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കരമടിച്ചു പാടിക്കും, നന്നായിട്ട് പാടിക്കും. അന്ത്യകാല അഭിഷേകം ആമേൻ. സകല ജഡത്തിന്മേലും
കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. ശക്തിയോടെ അന്ത്യകാല അഭിഷേകം ആമേൻ. സകല ജഡത്തിന്മേലും. കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. ശക്തിയോടെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ശക്തിയോടെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കുട്ടുമ്പലാകാം എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബങ്ങൾ, അവരുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം നമുക്ക് ദിവസം സമർപ്പിക്കാം. ദിവികാരണനാഥൻ്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇവിടെയും വിദേശ രാജ്യങ്ങളിലും ആയിരുന്നുകൊണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. തിരുരക്ത അഭിഷേക ജപം. പിതാവായ ദൈവമേ, അടുത്ത തിരുക്കുമാരൻ്റെ വിലതീരാത്ത രക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ആ അമൂല്യമായ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും എനിക്കുള്ളതെല്ലാം എന്നെ മുഴുവനെയും എൻ്റെ കുടുംബത്തെയും സഹോദരങ്ങളെയും മക്കളെയും ഈ ഭവനത്തെയും ഈ സ്ഥാപനത്തെയും ഇതിൻ്റെ പരിസരങ്ങളെയും ഞാൻ അഭിഷേകം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളിൽ കനിയണമേ, ഞങ്ങളുടെ കരുണ തോന്നണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരമുയർത്തി വിശ്വാസത്തോടെ നമുക്ക് കണ്ണുകളൊന്ന് അടച്ചു പിടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉദ്ധിതനായ യേശു നമ്മെ ആശീർവദിച്ച് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന സമയമാണ്. ഉദ്ധാനത്തിന്റെ ദൈവിക ശക്തി വ്യാപരിക്കപ്പെടുന്നു. കരമുയർത്തി വിശ്വാസത്തോടെ വിളിക്കുന്ന ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുക്കുന്നു, പുനരുദ്ധരിക്കുന്നു, പുനഃസ്ഥാപിക്കുന്ന ആത്മാ വെളിപ്പെടുത്തുന്നുണ്ട്. കരങ്ങളുയർത്തി വിളിക്കുന്ന ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച്, കർത്താവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്
ഉദരസംബന്ധമായ വലിയ രോഗങ്ങളുടെ മേല്, പീഡകളുടെ മേല്, അസ്വസ്ഥയുടെ മേല്, വൈശാസിക പീഡയുടെ മേല് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വെളിപ്പെടുന്നു. മാരക രോഗങ്ങളുടെ മേല് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകുന്നു. കരമുയർത്തിയ വിശ്വാസത്തോടെ തിരുവോസ്വരൂപനെ നോക്കിക്കൊണ്ട് ഒന്ന് വിളിച്ച് ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, നിലാപത്തോടെ വിളിച്ച്, നെടുവീർപ്പോടെ വിളിച്ച്, ഈശോയേന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ, വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ, സമാധാനം നൽകണമേ, രക്ഷ നൽകണമേ, രോഗശാന്തി നൽകണമേ, പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം തരണമേ, മദ്യപാനത്തിൽ നിന്ന്, ദുശീലങ്ങളിൽ നിന്ന്, ദുശാഠ്യങ്ങളിൽ നിന്ന് കർത്താവ് മോചനം നൽകണമേ. ഈശോ അനുഗ്രഹിക്കണമേ. ഒറ്റ വിളി ഈശോയേന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. കണ്ണുനീരോടെ വിളിക്കുന്നു. സന്തോഷത്തോടെ വിളിക്കുന്നു. സമാധാനത്തോടെ വിളിക്കുന്നു. ഐശ്വര്യത്തിന്റെ നിറവിൽ വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, താമസമുള്ള ധ്യാനം ഈ മാസത്തിലെ ഈ വരുന്ന ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്നതായിരിക്കും. ധ്യാനിക്കാത്തവർ, ഒത്തിരി അസ്വസ്ഥതകൾ, ജീവിത പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളവർ ധ്യാനത്തിൽ പങ്കുചേരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കൗൺസിലിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒത്തിരിയേറെ ജീവിത തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അങ്ങനെയുള്ളവർ ധ്യാനത്തിൽ പങ്കുചേർന്നതിന് ശേഷം ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കൂടുതൽ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ധ്യാനത്തിലേക്ക് ആളുകളെ പറഞ്ഞു വിടാനും, വിദേശത്ത് പോകാനും, അതുപോലെ ജോലി തടസ്സങ്ങൾ, അതുപോലെ പരീക്ഷയിലുള്ള പരാജയം, ഇതെല്ലാം അങ്ങനെ അനുഭവമുള്ളവർ ധ്യാനത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം പറഞ്ഞയക്കുക. കൂടുതൽ ആളുകളെ താമസിച്ചുള്ള ധ്യാനത്തിലേക്ക് പറഞ്ഞയക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം, ശുശ്രൂഷയിൽ പങ്കുചേരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സുഗന്ധവാഹിനി അമ്മേ, നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ, നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ, നിൻ സുതനെ വാഴ്ത്തുന്നു. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്ന നിൻ ഉദരഫലം തന്നെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്ന നിൻ ഉദരഫലം തന്നെ. ജീവന്റെ മന്ന നിൻ ഉദരഫലം തന്നെ. സുഗന്ധവാഹിനി അമ്മേ, നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ, നിൻ സുതനെ വാഴ്ത്തുന്നു.